ഒരു കുട്ടി എൻ്റെ അടുത്ത് വന്നത് മൂത്രമൊഴിക്കാൻ വേദനയാണെന്ന് പറഞ്ഞാണ് എൻ്റെ അമ്മ കൊണ്ടുവന്നത്. അപ്പോൾ എൻ്റെ വയറ് ശലം വീർത്തിരിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ വയറൊക്കെ നോക്കിയപ്പോൾ അതിൽ അമ്മ എന്നോട് ചോദിച്ചു, ബ്ലഡ് എന്തിനാണ് നോക്കുന്നത്, മൊത്തത്തിൽ പിഴപ്പില്ലേ ബ്ലഡ് എന്തിനൊക്കെ. ഞാൻ മനസ്സിൽ കരുതിയ പോലെ തന്നെ പനി എന്ന് പറയുന്ന ഒരു രോഗമല്ല, ഒരു രോഗലക്ഷണം. ഇപ്പോൾ കുട്ടികളിലെ ആസ്മ എന്ന് പറയുന്നത് കോമൺ ആയിട്ടുള്ളൊരു കാര്യമാണ്. ഇത് എന്തുകൊണ്ടായിരിക്കും ശരിക്കും ഇത് വരുന്നത്? അപ്പോൾ പലർക്കും പല റിസ്ക് ഫാക്ടർ. ഒരാൾക്ക് ട്രിഗറിങ് ഫാക്ടർ ആകുന്നില്ല, വേറൊരാൾക്ക് ട്രിഗറിങ് ഫാക്ടർ. എക്സസൈസ് ഇൻഡ്യൂസ്ഡ് ആസ്മ എന്നൊരു സംഗതിയുണ്ട്. കുട്ടികൾക്ക് ഇൻഹേലേഴ്സ് യൂസ് ചെയ്യുന്നത് കുറച്ച് ബുദ്ധിമുട്ടായിട്ടുള്ളൊരു കാര്യമായിരിക്കും. അപ്പം അതിന് എന്തെങ്കിലും ഓൾട്ടർനേറ്റീവ് ആയിട്ടുള്ള മെഡിസിൻസ് എന്തെങ്കിലും ഉണ്ടോ? ഫാദറോ ഗ്രാൻഡ് ഫാദറോ ആരെങ്കിലും സ്മോക്കിംഗ് ഉണ്ടെങ്കിൽ ഭയങ്കര വില്ലനാണ്. അത് മാറണമെങ്കിൽ സ്മോക്കിംഗ് നിർത്താതെ മാറുന്ന പ്രശ്നമില്ല. ഇപ്പോൾ ഈ കുട്ടികളിലെ ക്യാൻസർ ഇപ്പം കണ്ടുവരുന്നുണ്ട്. അപ്പോൾ എങ്ങനെയാണ് കുട്ടികളിൽ ഒരു ക്യാൻസർ ഉണ്ടാകാനുള്ള സാധ്യത വരുന്നത്? ഇതിന് ഒത്തിരി ജനറ്റിക് ഫാക്ടേഴ്സ് ഉണ്ട്. ഈയിടെ വാക്സിൻ എടുത്തിട്ടും റാബീസ് വന്നൊരു ഇൻസിഡൻറ്റ് ഉണ്ടായിട്ടുണ്ട്. എന്തുകൊണ്ടാണ് അത് വൈറസിന് നേറ് വഴി ഞരമ്പ് വഴി ട്രാവൽ ചെയ്ത് ബ്രെയിനിലെത്താൻ അധികം ദൂരമില്ല. അതേസമയം കാലിൽ കടിച്ചാൽ അത്ര റിസ്ക് ഇല്ല, ഇത്രയും ഡിസ്റ്റൻസ് ഉണ്ട്. ആൾക്കാരെല്ലാം പറഞ്ഞു വന്നത് വാക്സിൻ പഴയതാണ്, അല്ലെങ്കിൽ നമ്മൾ സ്റ്റോർ ചെയ്തതിൻ്റെ പ്രശ്നമാണെന്നൊക്കെ. അത് വാക്സിൻ പൊട്ടൻസി ഉണ്ടെന്നുള്ള ഞാനൊക്കെ കോട്ടയം മെഡിക്കൽ കോളേജിൽ MBS പഠിക്കുമ്പം ന്യൂമോക്കോക്കൽ ന്യൂമോണിയ കണ്ടിട്ടുണ്ട്. പക്ഷെ ഇപ്പോഴത്തെ സ്റ്റുഡൻസിന് അവർ കേസ് കണ്ടിട്ടില്ല. പക്ഷെ അത് ഭയങ്കര മാരകമാണ്. ഈ 41 വർഷം സർവീസിൻ്റെ ഇടയ്ക്ക് മറക്കാനാവാത്ത ഒരു അനുഭവം ഉണ്ടായ ഒരു കേസുണ്ടോ? വളരെ സങ്കടകരമായ ഒരു കാര്യം പറയാം. ഈ എൻ്റെ കരിയറിനുള്ളിൽ വളരെ സങ്കടമുണ്ടായിരുന്നു. SKG പോഡ്കാസ്റ്റ് സ്റ്റുഡിയോയുടെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ നിങ്ങളുടെ ഹോസ്റ്റ് ഔസേപ്പച്ചൻ. ഒരു കുട്ടി ജനിക്കുമ്പോൾ മുതൽ അവന് കൊടുക്കേണ്ട വാക്സിൻസ് എന്തൊക്കെയാണ്, വാക്സിൻ ഷെഡ്യൂൾസ് എന്തൊക്കെയാണ്, കുട്ടികളിൽ ഉണ്ടാകുന്ന അലർജിക് റിയാക്ഷൻസ്, ആസ്മ, ലൈഫ് സ്റ്റൈൽ ഡിസീസായ ഡയബറ്റിക്സ്, അതുപോലെ തന്നെ നമുക്ക് ഒരിക്കലും ആഗ്രഹിക്കാത്തൊരു കാര്യമാണ് കുട്ടികളിലെ ക്യാൻസർ, ഹാർട്ട് ഡിസീസുകൾ, എങ്ങനെ ഒബീസിറ്റി ഹാർട്ട് ഡിസീസുകളിലേക്ക് എത്തിക്കുന്നു, റാബീസ് വാക്സിൻ്റെ ഇമ്പോർട്ടൻസ്, അതുപോലെ തന്നെ നീണ്ട 41 വർഷത്തെ സർവീസിൻ്റെ ഇടയ്ക്കുണ്ടായ ഡോക്ടറുടെ ഒരിക്കലും മറക്കാനാവാത്ത അല്ലെങ്കിൽ ഹൃദയത്തിൽ ഇങ്ങനെ തങ്ങി നിൽക്കുന്ന കുറേ എക്സ്പീരിയൻസുകൾ. ഇതെല്ലാമാണ് ഈ ഒരു എപ്പിസോഡിൽ നമ്മൾ കാണുന്നത്. പീഡിയാട്രിക്സിൽ നീണ്ട 41 വർഷത്തെ പ്രവൃത്തി പരിചയം, അതിൽ തന്നെ 25 വർഷത്തെ ഗവൺമെൻറ് സർവീസിലും ഇപ്പോൾ വെൽഫാസ്റ്റ് ഹോസ്പിറ്റൽ വടവാതൂരിൽ സീനിയർ കൺസൾട്ടൻറ്റ് പീഡിയാട്രീഷ്യനായി ജോലി ചെയ്യുന്ന ഡോക്ടർ KS രാജൻ. വൺസ് അഗെയിൻ വെൽക്കം ടു അവർ ഷോ. ഇപ്പോൾ കുട്ടികളിലെ ആസ്മ എന്ന് പറയുന്നത് കോമൺ ആയിട്ടുള്ളൊരു കാര്യമാണ്. ഇത് എന്തുകൊണ്ടായിരിക്കും ശരിക്കും ഇത് വരുന്നത്? എന്തെങ്കിലും അലർജിക് റിയാക്ഷൻസ് കൊണ്ടാണോ, അതോ വേറെ എന്തെങ്കിലും വൈബ് അല്ലെങ്കിൽ എന്തെങ്കിലും ജനറ്റിക് ആയിട്ടുള്ള പ്രോബ്ലംസ് കൊണ്ടാണോ വരുന്നത്? ഇപ്പോൾ ഏറ്റവും പുതിയതായിട്ടുള്ളത് ആസ്മയ്ക്ക് ജനറ്റിക് ഫാക്ടർ ഉണ്ട്. ഇപ്പം അച്ഛൻ ആസ്മാറ്റിക് ആണെങ്കിൽ കുഞ്ഞിന് വരാൻ 25% സാധ്യത. രണ്ടുപേർക്കും ആസ്മ ഉണ്ടെങ്കിൽ 50% സാധ്യതയുണ്ട് മക്കൾ. അത് ജനറ്റിക്കാണ്. ആ ജീനാണ് ഈ കുഞ്ഞിന് വീഴുന്നത്. ആ ജനറ്റിക് ഫാക്ടർ ഉണ്ട് അവിടെ. പിന്നെ ബേസിക്കലി പറയുകയാണെങ്കിൽ സിമ്പിളായിട്ട് പറഞ്ഞാൽ ആസ്മ ഒരു അലർജിക് അസുഖം, അലർജിക് രോഗം. അതായത് സിമ്പിൾ കാര്യങ്ങളാണ്. ഒരു ജനിക്കുമ്പോൾ ഉടനെ കുഞ്ഞ് അമ്മയുടെ വയറ്റിൽ കിടന്ന് മഷിയിട്ടു, ഇത് ആസ്പിറേറ്റ് ചെയ്ത് അത് വലിച്ച് കുഞ്ഞിൻ്റെ ശ്വാസകോശത്തിൽ പോയാൽ ആ കുഞ്ഞിന് പിന്നീട് ആസ്മ വരാൻ ചാൻസ് കൂടുതലാണ്. പിന്നെ വെള്ളത്തിൽ പോയി മുങ്ങിയതാണ് ബാക്കി ഇതിന് രക്ഷപ്പെട്ട് വന്നൊരു കുഞ്ഞ്, കുറച്ച് വലിയ കൊച്ച്, അവന് പിന്നീട് ആസ്മ വരാൻ ചാൻസ് കൂടുതലാണ്. ഇങ്ങനെയുള്ള ചില കാര്യങ്ങളുണ്ട്. പക്ഷേ ബേസിക്കലി ഇത് അലർജിയാണ്. അപ്പോൾ നമ്മൾ ആസ്മയായിട്ട് പേഷ്യൻ്റ് അടുത്ത് വന്നാൽ ഞാൻ പറഞ്ഞു കൊടുക്കുന്ന കാര്യങ്ങൾ വളരെ നിസ്സാരമായ ചില അലർജി ഒഴിവാക്കാൻ പറയും. അതായത് മുറി തൂക്കുമ്പോൾ പൊടി അടിക്കാൻ പാടില്ല, മുറി തൂക്കുമ്പോൾ അതിനിടയിൽ കൂടെ കൊച്ചുങ്ങൾ നടക്കാൻ പാടില്ല, കാർപ്പറ്റ് ഉടയുമ്പോൾ അടുത്ത് നിൽക്കരുത്, വീട്ടിൽ ഡോർ കർട്ടൺ വിൻഡോ കർട്ടൺ ഉണ്ടെങ്കിൽ 3 ആഴ്ചയോളം വാഷ് ചെയ്യണം, ചെളി ഇല്ലെങ്കിലും കഴുകണം. ഈ കുസൃതി പിള്ളേരെ നടക്കുമ്പോൾ അതേ തട്ടി നടക്കുള്ളൂ. ഫാൻ ഉപയോഗിക്കുന്നെങ്കിലും മാസത്തിലൊന്ന് ഫാൻ തുടച്ച് ക്ലീൻ ആക്കണം. ഫാൻ തുടയ്ക്കുമ്പോൾ എൻ്റെ താഴെ വന്ന് പിള്ളേർ നിൽക്കരുത്, ചന്ദനത്തിരി കത്തിച്ച് പോയി അടിക്കരുത്, കൊതുക് മാറ്റി ഉപയോഗിക്കരുത്, പൗഡർ ഉപയോഗിക്കരുത്, പെർഫ്യൂം അടിക്കരുത്, പട്ടി പൂച്ച കോഴി പെറ്റ് ആനിമൽസിനെ പിടിക്കാൻ പോകരുത്, രോമമുള്ള കളിപ്പാട്ട് എടുത്ത് കളിക്കരുത്. അല്ല ഡോക്ടർ, സംശയം ചോദിക്കുന്നത്, ഇതിപ്പം ആസ്മ ഉള്ളൊരു കുട്ടിയാണോ അതോ ആസ്മ ഇല്ലാത്തൊരു കുട്ടി? ആസ്മ ഉള്ള കുട്ടി. സാധാരണ ഒരു നോർമൽ ആൾക്ക് അങ്ങനെ പ്രശ്നമില്ലല്ലോ. ഇല്ല. വണ്ടി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ പോയി അടിക്കരുത്, റോഡിലൊക്കെ ഇറങ്ങുമ്പോൾ പുക വന്നു കഴിഞ്ഞാൽ ടൗല് വെച്ച് മൂക്ക് പൊത്തണം, ബീഡി സീർട്ട് വലിക്കുന്ന ആരെങ്കിലും അടുത്തൊന്ന് മാറണം, വിളക്ക് മെഴുകുതിരി വെച്ച് പോയി അടിക്കരുത്, അടുക്കളയിൽ ഗ്യാസ് കത്തിച്ചാലും വിറക് വെച്ചാലും ജനല് തുറന്നിട്ട്, തയ്യൽ മെഷീൻ തയ്ക്കുന്നിടത്ത് നിർത്തരുത്, കോട്ടൺ തുണി വെച്ചാൽ കോട്ടൺ ഡസ്റ്റ് വരും, രാത്രി ബെഡ്ഷീറ്റ് വേണമെങ്കിൽ എടുത്ത് നിൽക്കരുത്,
ദീപാവലി ക്രിസ്മസ് പടക്കം കമ്പത്തിൽ കട്ട പോരാ, ആ ഭാഗത്തേക്ക് പോരുത്. ഇതിലൊക്കെ ഉപരി ക്ലാസ്സിൽ പോയി ബോർഡിനടുത്തിരുന്ന് ചോക്കോടി അടിക്കരുത്. ഈ കുസൃതി കഴിച്ച് പോയി ഡസ്റ്റൊക്കെ എടുത്തറി ഭയങ്കര വില്ലനാണ്. ഇതിനകത്ത് ഏറ്റവും കോമൺ ആയിട്ട് വരുന്നത് ഈ ചോക്കോടി ഒരു മെയിൻ ഫാക്ടറാണ്. സ്മോക്കിംഗ്, ഫാദറോ ഗ്രാൻഡ് ഫാദർ ആരെങ്കിലും സ്മോക്കിംഗ് ഉണ്ടെങ്കിൽ ഭയങ്കര വില്ലനാണ്. ആ ആസ്മയുള്ളൊരു കുഞ്ഞവിടെ ഉണ്ടെങ്കിൽ അത് മാറണമെങ്കിൽ സ്മോക്കിംഗ് നിർത്താതെ മാറുന്ന പ്രശ്നമില്ല. കുട്ടികളിൽ ഒരുപാട് ഫിസിക്കൽ ആക്ടിവിറ്റി ചെയ്യുന്നത് ഇത് ഈ ആസ്മ രോഗത്തിന് എന്തെങ്കിലും കൂടാൻ ചാൻസ് ഉണ്ടോ? ഫിസിക്കൽ ആക്ടിവിറ്റി ഒരു എക്സസൈസ് ഇൻഡ്യൂസ്ഡ് ആസ്മ എന്നൊരു സംഗതിയുണ്ട്. എക്സസൈസ് ഇൻഡ്യൂസ്ഡ് ആസ്മ, അതായത് നോർമലായിട്ടൊരു കുഞ്ഞ് സ്കൂളിൽ പോകുന്നു പഠിക്കും തിരിച്ച് അവന് ആസ്മയില്ല. പക്ഷേ എക്സസൈസ് ചെയ്താൽ ആസ്മ വരും. കുഞ്ഞ് എക്സസൈസ് ചെയ്യുകയെന്ന് പറഞ്ഞാൽ അവൻ ഓടിക്കളിക്കുമ്പോൾ അണച്ചടച്ച് വരും. അതന്നെ പറഞ്ഞാൽ എക്സസൈസ് ഇൻഡ്യൂസ്ഡ് ആസ്മയാണ്. അത് ട്രീറ്റ് ചെയ്ത് മാറ്റാം. അങ്ങനെയുള്ള കുട്ടികൾ അപ്പം കൂടുതൽ കോൺഷ്യസ് ആയിരിക്കണം. അത് അവർക്ക് മനസ്സിലാവും. അവൻ സ്കൂളിൽ നിന്ന് വന്നിട്ട് വീട്ടിലൊക്കെ തകർത്ത് പറമ്പിലൊക്കെ കളിക്കുമ്പോൾ അവന് പഠിക്കുന്നുണ്ട്. അവന് പകലൊന്നും ഒരു കുഴപ്പമില്ലായിരുന്നു. അപ്പോൾ അതങ്ങനെ നമ്മുടെ വരുമ്പോൾ ഈ ഹിസ്റ്ററി നമ്മളെടുക്കും. ഈ ഹിസ്റ്ററി എടുക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇത് എക്സസൈസ് ഇൻഡ്യൂസ്ഡ് ആസ്മയാണ്. അത് ഡയഗ്നോസ് ട്രീറ്റ് ചെയ്യും. ഡോക്ടറെ, കുട്ടികൾക്ക് ആസ്മ രോഗങ്ങൾ വരാറുണ്ട്. അപ്പോൾ ആസ്മ രോഗങ്ങൾക്ക് നമ്മൾ കൊടുക്കുന്നത് സാധാരണ ഇൻഹേലേഴ്സ് ആണല്ലേ. അപ്പോൾ ഈ കുട്ടികൾക്ക് ഇൻഹേലേഴ്സ് യൂസ് ചെയ്യുന്നത് കുറച്ച് ബുദ്ധിമുട്ടായിട്ടുള്ളൊരു കാര്യമായിരിക്കും. എന്തെങ്കിലും ഓൾട്ടർനേറ്റീവ് ആയിട്ട് എന്തെങ്കിലും മെഡിസിൻസോ കാര്യങ്ങളുണ്ടോ? ഇൻഹേലർ യൂസ് ചെയ്യുന്നതിനെക്കുറിച്ച് ഭയങ്കര തെറ്റിദ്ധാരണകളാണ്. ഞാൻ പറയുന്നു ഇൻഹേലർ ഈസ് ദ ബെസ്റ്റ് മെഡിസിൻ ഫോർ ആസ്മ. ആസ്മയുടെ ഏറ്റവും നല്ല മരുന്ന് ഇൻഹേലറാണ്. ഞാനൊരു ഉദാഹരണം പറയാം. നമ്മൾ കണ്ണിൽ പിള കിട്ടിക്കഴിഞ്ഞാൽ എന്താ ചെയ്യുന്നത്? കണ്ണിൽ തുള്ളിമരുന്ന് ഒഴിക്കും. കണ്ണിൽ തുള്ളിമരുന്ന് കഴിച്ചാൽ അത് മാറും. ആരെങ്കിലും അതിന് ടാബ്ലറ്റ് കഴിക്കുമോ? ഇല്ല. ടാബ്ലറ്റ് കഴിച്ചാൽ മാറുമോ? ഇല്ല. ദേഹത്തൊരു ഒരു ചുണങ്ങോ ഒരു പുഴുക്കടി വന്നാൽ നമ്മളവിടെ ഒരു ഓയിൻമെൻറ്റ് പറ്റും, അത് മാറും. അതിനാരെങ്കിലും ഗുളിക കഴിക്കുമോ? ഇല്ല. അതിൻ്റെ തിയറി എന്താ? അസുഖമുള്ള സ്ഥലത്ത് മരുന്ന് കൊടുക്കുക, എവിടെ അസുഖം അവിടെ മരുന്ന് കൊടുക്കുക, കംപ്ലീറ്റ് ക്യൂറായി അല്ലേ. ഞാൻ നേരത്തെ പറഞ്ഞാൽ ആസ്മ എന്ന് പറയുന്നത് ബേസിക്കലി അലർജി. അത് അലർജിയാണ്. അപ്പോൾ ലങ്സിന് അലർജി ഉള്ളതുകൊണ്ടാണ് ഈ വീസിങ് ഉണ്ടായി ശ്വാസം മുട്ടലുണ്ടാകുന്നത്. അപ്പോൾ ഈ അലർജി കളയണം. നമ്മളിപ്പോൾ 1 വയസ്സുള്ള കുഞ്ഞിന് പനി വന്നു, ചില പാരസെറ്റമോൾ 2.5 ml കൊടുക്കണം. അത് കൈകൊണ്ട് ഇങ്ങനെ കോരി കൊടുക്കാൻ പറ്റില്ല. ഒരു കുഞ്ഞു സ്പൂൺ വേണം. ഈ കുഞ്ഞു സ്പൂണിന് കോരി കൊടുക്കുക ഒരു ഉപകരണം എന്ന് പറഞ്ഞ പോലെ. ഈ ആസ്മയുള്ള ആൾക്ക് കണ്ണിൽ മരുന്നൊഴിക്കുന്ന പോലെ, ചുണങ്ങിന് ഓയിൻമെൻറ്റ് പറ്റുന്ന പോലെ ലങ്സിലേക്ക് തന്നെ മരുന്ന് എത്തിക്കണം. ഇവിടെ മരുന്ന് എങ്ങനെ എത്തിക്കും? അവർ ശ്വസിക്കുന്ന ശ്വാസത്തിൽ കൂടി എത്തിക്കാൻ പറ്റുള്ളൂ. ശ്വസിക്കുന്ന ശ്വാസത്തിൽ കൂടെ ഇവിടെ മരുന്ന് എത്തിക്കുന്ന ഒരു പ്ലാസ്റ്റിക് ഡിവൈസാണ് ഇൻഹേലർ. അതേ ഉള്ളൂ, അല്ലാണ്ട് വലിയ ആന കാര്യമൊന്നുമില്ല. അത് സിമ്പിൾ. ഇതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ചാൽ ഇൻഹേലർ അടിച്ചു കഴിഞ്ഞാൽ കറക്റ്റ് അസുഖമുള്ള സ്ഥലത്തെ മെഡിസിൻ പോകുന്നുള്ളൂ, വേറെ ശരീരഭാഗത്തേക്കാണ് പോകുന്നില്ല. പിന്നെ ഇത് അടിച്ചു കൊടുക്കുന്നത് മൈക്രോഗ്രാം ഡോസാണ്. മൈക്രോഗ്രാം മീൻസ് 1/1000 ഓഫ് എ മില്ലിഗ്രാം. 1 മില്ലിഗ്രാമിൻ്റെ 1000 മൈക്രോഗ്രാം. വളരെ മൈന്യൂട്ട്, വളരെ ചെറിയ ഡോസിലാണ് പോകുന്നത്. അപ്പോൾ സൈഡ് എഫക്റ്റ് ഇല്ല. ഈ കഴിക്കുന്ന ഗുളികയ്ക്കും സിറപ്പിനാണ് സൈഡ് എഫക്റ്റ്. സൈഡ് എഫക്റ്റ് കൊണ്ടൊന്നും മാത്രമല്ല, ഇത് കഴിച്ച് അത് വയറ്റിലേക്ക് പോകുന്നത്. വയറ്റിലേക്ക് പോയി കഴിഞ്ഞാൽ അത് നമ്മളെ ബ്ലഡ് കലർന്ന് ഹോൾ ബോഡി 4-5 ലിറ്റർ ബ്ലഡ് തള്ളവലിന് പോലെ തലച്ചോറ് പോലെ സർക്കുലേറ്റ് ചെയ്യും. ഈ സർക്കുലേറ്റ് ചെയ്തിട്ട് ഈ മെഡിസിനൊക്കെ ഇവിടേക്ക് വരും. ഇവിടെയൊന്നും അസുഖമില്ല സ്ഥലത്തൂടെയൊക്കെ ഈ ആസ്മയുടെയും ശ്വാസമുള്ളയും മരുന്ന് ആൻറ്റിബയോട്ടിക് എല്ലാം കറങ്ങാണ്. അതിൻ്റെ ഒരു കുറച്ച് ഭാഗം ബ്ലഡ് കയറി ലങ്സിൽ വരും. അപ്പോൾ അത്രയ്ക്കുള്ള റിസൾട്ടേ കിട്ടുള്ളൂ. നമ്മൾ ഇൻഹേലർ അടിച്ചു കഴിഞ്ഞാൽ കറക്റ്റ് ആ സ്പോട്ടിൽ അസുഖം മാറി, സൈഡ് എഫക്റ്റ് ഇല്ല. എനിക്ക് ഇൻഹേലർ അടിക്കുന്ന കുറേ പിള്ളേരുണ്ട്, ബെസ്റ്റ് റിസൾട്ട്, നല്ല റിസൾട്ട്. ഈ കുട്ടികൾക്ക് ചിലർക്ക് ബുദ്ധിമുട്ട് കാണുമല്ലോ ഇൻഹേലർ ഇങ്ങനെ ചെയ്യുന്നില്ല. അതിനൊക്കെ ഒരു ടെക്നിക്ക് ഉണ്ട്. അപ്പം 3 മാസം പ്രായമുള്ള കുഞ്ഞിന് ഞാൻ ഇൻഹേലർ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. 3 മാസം. അതായത് ആ കുഞ്ഞിന് ഒരു നല്ല ന്യൂമോണിയ വന്നു. ന്യൂമോണിയയ്ക്ക് ശേഷം കുഞ്ഞിന് വീസിങ് ഉണ്ട്. വീസിങ്ങിന് വന്നുകൊണ്ടിരിക്കുക. അപ്പോൾ ഷോർട്ട് കോഴ്സ് ഇൻഹേലർ കൊടുത്തു. അസുഖം മാറി, കംപ്ലീറ്റ് ക്യൂറായി. ഇപ്പോൾ കുഞ്ഞിന് 2.5 വയസ്സുണ്ട്, ഒരു പ്രോബ്ലം ഇല്ല. അന്ന് ഞാൻ ഇൻഹേലർ കൊടുത്തോണ്ട് കംപ്ലീറ്റ് മാറി കിട്ടി. അല്ലെങ്കിൽ മെഡിസിൻ കഴിച്ച് അതിൻ്റെ ഹോൾ ബോഡിയിൽ ഇത് ഇറങ്ങി വന്നേനെ. ഇത് 3 മാസം കുഞ്ഞിന് ഇൻഹേലർ കൊടുക്കണമെങ്കിൽ ആ കുഞ്ഞിന് ഇത് ഇൻഹേലിങ് അടിക്കുമ്പോൾ വലിക്കാനുള്ള ആ കോർഡിനേഷൻ ഇല്ല. ഇത് പ്രസ് ചെയ്യുകയും ഇങ്ങനെ വലിച്ചെടുക്കുകയും വേണം. ഇത് രണ്ടും കൂടി ചെയ്യാൻ അറിയാൻ മേല, അത് കിടന്ന് കരയുള്ളൂ. അപ്പോൾ നമ്മളിത് ഇൻഹേലർ ഒരു സ്പേസർ എന്ന് പറഞ്ഞ സാധനമുണ്ട്. സ്പേസറിൻ്റെ അറ്റത്ത് ഇൻഹേലർ ഫിറ്റ് ചെയ്യും. സ്പേസറിൻ്റെ മറ്റേറ്റം വായിൽ വയ്ക്കും. എന്നിട്ട് പ്രസ് ചെയ്തിട്ട് വായിൽ വെച്ച് കുഞ്ഞിന് വലിക്കാൻ അറിയാൻ പാടില്ല. അതുകൊണ്ട് ബേബി മാസ്ക് ഉണ്ട്, ബേബി മാസ്ക് വയ്ക്കും. ബേബി മാസ്ക് വെച്ച് ഈ മൂക്കും വായും കൂടെ കവർ ചെയ്ത് ഇങ്ങനെ വയ്ക്കും. ഇങ്ങനെ വയ്ക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ മെഡിസിൻ അടിക്കുമ്പം മെഡിസിൻ ലങ്സിലേക്ക് വന്ന് വായി കൂടിയാണ്. അമ്മമാർ ധരിച്ചു വയ്ക്കും മൂക്കി കൂടിയാണ്. അതുകൊണ്ട് വായ അടച്ചു പിടിക്കും. വായ അടച്ചു പിടിച്ചാൽ റിസൾട്ട് ഇല്ല, സീറോ റിസൾട്ട്.
അപ്പോൾ ഇതിങ്ങനെ അടിക്കുമ്പം വാ തുറന്നിരിക്കണം. കുഞ്ഞ് കരയാണേലും കുഴപ്പമില്ല, കരഞ്ഞാൽ ഈ മെഡിസിൻ അകത്തോട്ട് പോകും. ഇത് വായിക്കൂടെ അകത്ത് പോയി ലങ്സിൽ പോകും. കാർബൺ ഡയോക്സൈഡ് എക്സൈഡ് മൂക്കിക്കൂടെ പുറത്തു പോകും. അങ്ങനെയാണ്. അപ്പം 4 വയസ്സുള്ള കുഞ്ഞുങ്ങൾ വരെ ഈ മാസ്ക് വെച്ച് ചെയ്യും. 7 വയസ്സ് മുതലാണ് ഇത് അടിച്ചു കഴിഞ്ഞാൽ ആ കോർഡിനേഷൻ വരുള്ളൂ. ഇത് അടിച്ച ഉടനെ ഇങ്ങനെ വലിക്കാൻ പറയും. അപ്പം ഞാൻ കുഞ്ഞുങ്ങളോട് പറയുന്ന മുളകൊക്കെ കഴിച്ച് നല്ല എരിവ് വരുമ്പോൾ എന്നാ കാണിക്കുന്നത്, അപ്പോൾ അവർ തന്നെ കാണിക്കും, ഇരിക്കുന്ന അമ്മയെന്ന് പറഞ്ഞ് കാണിക്കും. അതുപോലെ കാണിക്കാൻ പറയും. ഇത് വായിൽ വെച്ചിട്ട് ഒറ്റ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അങ്ങനെ 20 പ്രാവശ്യം വലിക്കാൻ പറയും. 20 പ്രാവശ്യം വലിക്കുമ്പം ഈ ഫുൾ ആ സ്പേസിലുള്ള ഫ്യൂംസ് ആ മെഡിസിൻ ഇവിടെ എത്തി. അത് ഉപയോഗിക്കുന്നതിന് മുമ്പ് പറയാൻ വിട്ടുപോയ ഉപയോഗിക്കുമ്പോൾ ഇത് കുലുക്കണം. ഓരോ തവണ ഉപയോഗിക്കുന്നതിന് മുമ്പ് ഈ മെഡിസിൻ കുലുക്കണം. കുലുക്കിയിട്ട് സ്പേസറി വെറ്റുക, മറ്റേറ്റം വായിൽ വയ്ക്കുക, ഒറ്റ പ്രസ് ചെയ്യുക. അപ്പം സ്പേസറി ഫ്യൂംസ് വന്നു. അത് 1, 2 അങ്ങനെ 20 പ്രാവശ്യം വലിക്കുക. നമ്മൾ എണ്ണി കൊടുക്കുക. എന്നിട്ട് കഴിഞ്ഞിട്ട് വായിന്ന് മാറ്റിയിട്ട് വാ കഴുകണം. വാ കഴുകുന്നതിൻ്റെ ഉദ്ദേശം ഈ പാർട്ടിക്കിൾസ് ചിലപ്പം തൊണ്ടയിലൊക്കെ പറ്റിയിരിക്കും. അപ്പോൾ ഒരു ഒച്ചയടപ്പം വരും. അത് വരാതിരിക്കാൻ വെച്ചിട്ട് വാ കഴുകുക. അപ്പോൾ തീരെ കുഞ്ഞു പിള്ളേർക്ക് വാ കഴുകാൻ പാടാണെങ്കിൽ ഭക്ഷണത്തിന് മുമ്പ് അടിച്ചാൽ മതി. പിന്നെ ഭക്ഷണം കഴിക്കുമ്പോൾ ശരിയായിക്കോളും. ഡോക്ടർ, ഈ ഇൻഹേലേഴ്സ് നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ലൈഫ് ലോങ് കഴിക്കണം എന്ന് വിചാരിച്ച് ഇൻഹേലേഴ്സ് വേണ്ടെന്ന് വെക്കുന്ന കുറേ ആളുകളുണ്ട്. ഡോക്ടർക്ക് എന്താണ് അവരോട് പറയാനുള്ളത്? ഉറപ്പായിട്ട് അങ്ങനെ കുറേ ആൾക്കാരുണ്ട്. 100% തെറ്റാണ്. ഇൻഹേലർ ഉപയോഗിച്ചാൽ ലൈഫ് ലോങ് നമ്മൾ ഒരു കാരണവശാലും അഡ്വൈസ് ചെയ്യില്ല. അതിനുമുമ്പ് നിർത്തിക്കളയും. അതുമ്പോൾ നിർത്തും. അസുഖം മാറി. അപ്പം ചില കുഞ്ഞുങ്ങൾക്ക് ചിലപ്പോൾ ഒരു ന്യൂമോണിയ വന്നു കഴിഞ്ഞൊരു വീസിങ് വന്ന് ശ്വാസം മുട്ടൽ വന്നു, അതൊക്കെ ഒരു ഷോർട്ട് കോഴ്സ് ഇൻഹേലർ മതി. അല്ല 1 മാസം 1.5 മാസമൊക്കെ മതി. അത് വാങ്ങിച്ചു കഴിഞ്ഞാൽ മെഡിസിൻ അതിനകത്ത് മിച്ചം വരും. സ്റ്റോപ്പ് ചെയ്യും. പിന്നെ ഒന്നും പ്രശ്നം കാണത്തില്ല. അപ്പോൾ ട്രിവിലി ശരിക്കും ആസ്മയുള്ള കുഞ്ഞുങ്ങൾക്ക് ഇത് കൊടുത്തിട്ട് നമ്മളത് ഡോസ് അഡ്ജസ്റ്റ് ചെയ്യും. ഡോസ് കുറച്ചുകൊണ്ട് നിർത്തും. ഒരു മാക്സിമം 2 വർഷമൊക്കെ ഉപയോഗിച്ചാൽ, കുട്ടികളുടെ കേസാണെങ്കിൽ ഒരു 2 വർഷമൊക്കെ ഉപയോഗിച്ചാൽ മതി. അപ്പോൾ സിവിയർ ആസ്മയൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ 3 വർഷമൊക്കെ ഉപയോഗിക്കും. അത് കഴിഞ്ഞിട്ട് ഡോസ് കുറച്ച് നിർത്തും. ആ നിർത്തുന്ന സമയത്തെ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കും. ജസ്റ്റ് മഞ്ഞുകാലത്തോ അല്ലെങ്കിൽ മഴയ്ക്ക് മുമ്പോ നിർത്തുകയില്ല. അപ്പോൾ അങ്ങനെ വരുമ്പോൾ പിന്നെയും ഇത് വരാൻ ചാൻസ് ഉണ്ട്. ഒരു നല്ല ക്ലൈമറ്റ് കാലാവസ്ഥയൊക്കെ നോക്കി കണ്ടാണ് കൊടുക്കുന്നത്. പിന്നെ ഇതിൻ്റെ റിസ്ക് ഫാക്ടേഴ്സൊക്കെ പറഞ്ഞു കൊടുക്കും. ഞാൻ ആദ്യം പറഞ്ഞ റിസ്ക് ഫാക്ടേഴ്സ്, ഈ റിസ്ക് ഫാക്ടേഴ്സ് അവോയ്ഡ് ചെയ്യണം. എൻ്റെ അസുഖമെല്ലാം മാറി, ആസ്മ എല്ലാം മാറി എന്ന് പറഞ്ഞ് ഗ്രൗണ്ടിൽ പോയി കളിച്ച് പൊടിയടിച്ചാൽ ചിലപ്പം വരുന്നതിരിക്കും. അതിൻ്റെ ട്രിഗറിങ് ഫാക്ടർ ആ ട്രിഗറിങ് ഫാക്ടർ അവോയ്ഡ് ചെയ്യണം. ചില കുഞ്ഞുങ്ങൾക്ക് ഒന്നിക്കൂടുതൽ ട്രിഗറിങ് ഫാക്ടറാണ്. ചിലപ്പോൾ അച്ഛൻ പോലിക്കുന്നതിൻ്റെ ട്രിഗറാണ്. പിന്നെ ക്ലാസ്സിൽ പോയി ചോക്കൂടി അടിക്കുന്നതാണ്. പിന്നെ പൗഡർ, രാവിലെ സ്കൂളിൽ പോകുന്നതിനും കുട്ടികളും ഫാനും കാണും, ഇത് കറങ്ങി പൗഡറൊക്കെ പറഞ്ഞു. അങ്ങനെയുള്ള പല റിസ്ക് ഫാക്ടേഴ്സ് ഉണ്ടാവും. പിന്നെ പോളൻ, ഞാൻ അത് മുമ്പ് പറയാൻ വിട്ടു, പോളൻ, പോളൻ അതൊരു റിസ്ക് ഫാക്ടറാണ്. പിന്നെ മഞ്ഞുകാലത്ത് വരാം. പിന്നെ തണുപ്പ് കാലത്ത് ഈ കരിയില കത്തിച്ച് പോയി അടിക്കുമ്പം അങ്ങനെ എല്ലാം വരാം. പിന്നെ ഭക്ഷണത്തിൽ ഇങ്ങനെയുള്ള ആസ്മയുള്ള പേഷ്യൻസിനോട് അവോയ്ഡ് ചെയ്യാൻ പറയുന്നത് പുളിയുള്ളതും തണുത്തതും അവോയ്ഡ് ചെയ്യാൻ പറയും. പുളിയുള്ളത് അതായത് പച്ചമോര്, തൈര്, തണുത്ത വെള്ളം, കൂൾ ഡ്രിങ്ക്സ്, ഐസ്ക്രീം, ഓറഞ്ച്, മുന്തിരി, ചാമ്പങ്ങ, മാതളനാരങ്ങ, അച്ചാറ്, ചോക്ലേറ്റ്. അപ്പോൾ പലർക്കും പല റിസ്ക് ഫാക്ടർ. ഒരാൾക്ക് ട്രിഗറിങ് ഫാക്ടർ ആകാമെന്നില്ല, വേറൊരാൾക്ക് ട്രിഗറിങ് ഫാക്ടർ. ഈ കോട്ടയത്തിലുള്ള ഒരു അമ്മയുടെ ഒരു മോള് 4 മണിക്ക് എന്നെ കൊണ്ട് കാണിച്ചു. ശ്വാസം മുട്ടലുണ്ട്, മെഡിസിനൊക്കെ കൊടുത്തു വിട്ടു. ഇത്ര റിസ്ക് ഫാക്ടർ അവോയ്ഡ് ചെയ്യാനെല്ലാം പറഞ്ഞു. വീട്ടിൽ ചെന്ന് പറഞ്ഞ 10 വയസ്സുള്ള ചേട്ടൻ മുറ്റത്ത് നിന്ന് ചാമ്പയെന്ന് കയറി കുലിക്കെല്ലാം താഴിട്ടു. എന്നാൽ നിലത്ത് വീണ ചാമ്പങ്ങ ആ കുഞ്ഞ് കഴുകാതെ അപ്പം തന്നെ കഴിച്ചു. 5 മണിയാകുമ്പം തിരിച്ച് വീട്ടിൽ വന്നു. പിന്നെ ഞാൻ എന്നെ അഡ്മിറ്റാക്കി. ഇതൊക്കെ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ കറക്റ്റാണ്. അത് കറക്റ്റായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. ചാമ്പങ്ങ റിസ്ക് ഫാക്ടറുള്ള കുട്ടികളുണ്ട്. ഒരു കുട്ടി ഉണ്ടായതിനു ശേഷം ഫ്രം ദ ഡേ 1 എടുക്കേണ്ട വാക്സിനുകൾ ഏതൊക്കെയാണ്? ജനിച്ച് 24 മണിക്കൂറിൽ എടുക്കേണ്ട 3 വാക്സിൻ. BCG 24 വയസ്സിനുള്ളിൽ. ഹെപ്പറ്റൈറ്റിസ് ബി, മഞ്ഞപ്പിത്ത ബി, ഹെപ്പറ്റൈറ്റിസ് ബി, രക്തത്തിൽ കൂടി പോയിരുന്ന മഞ്ഞപ്പിത്ത, മാരകമായ സംഗതി. 3 പോളിയോ തുള്ളിമരുന്ന് 2 തുള്ളി ഇതാക്കി വെച്ച് കൊടുക്കുക. മറ്റത് ഹെപ്പറ്റൈറ്റിസ് ബി, മഞ്ഞപ്പിത്തത്തിനുള്ള തുടയിൽ ഇഞ്ചക്ഷനാണ്, മസിലിൽ. BCG ഇടത്തെ തോളിൽ തൊലിയുടെ അടിയിൽ. ഇത് 3 വയസ്സാണ് വിത്തിൻ 24 hours കൊടുക്കേണ്ടത്. അത് കഴിഞ്ഞ് അടുത്തത് 6 ആഴ്ചയാകുമ്പോൾ, 1.5 മാസമാകുമ്പോൾ DPT 3 അസുഖത്തിന്: ഡിപ്തീരിയ, ടെറ്റനസ്, പെർട്ടൂസിസ്. ഡിപ്തീരിയ തൊണ്ടമുള്ള, ടെറ്റനസ്, പെർട്ടൂസിസ് വില്ലൻ ചുമ, ഈ 3 അസുഖം. പിന്നെ പോളിയോ 4ാമത്തെ അസുഖം.
ഹിബ് ഹീമോഫിലസ് ഇൻഫ്ലുവൻസ വാക്സിൻ. 5-മത്തെ ഹീമോഫിലസ് ഇൻഫ്ലുവൻസ വാക്സിൻ. ഹീമോഫിലസ് ഇൻഫ്ലുവൻസ മെനിഞ്ചൈറ്റിസ് വരാതെ, ഹീമോഫിലസ് ഇൻഫ്ലുവൻസ ചീപ്പഴുപ്പ് വരാതെ, ഹീമോഫിലസ് ഇൻഫ്ലുവൻസ ന്യൂമോണിയ വരാതെ 5 അസുഖത്തിൻ്റെ. പ്ലസ് ഹെപ്പറ്റൈറ്റിസ് ബി ജനിച്ചപ്പം കൊടുത്തതിൻ്റെ അടുത്ത ഡോസ്. അപ്പോൾ ഈ 6 അസുഖത്തിൻ്റെ ഒറ്റ ഷോട്ടാണ്, ഒറ്റ ഇഞ്ചക്ഷൻ. 6 കൂടി ഒറ്റ ഇഞ്ചക്ഷൻ. അതിനാണ് ഈ കോമ്പിനേഷൻ വാക്സിൻ. 6 അസുഖത്തിൻ്റെ ഒറ്റ ഇഞ്ചക്ഷൻ. പിന്നെ അതിൻ്റെ കൂടെ തന്നെ PCV വാക്സിൻ, ന്യൂമോകോക്കൽ വാക്സിൻ. ന്യൂമോകോക്കൽ വാക്സിൻ ന്യൂമോണിയ വരാതിരിക്കാൻ, ന്യൂമോകോക്കസ് എന്ന് പറയുന്ന ബാക്ടീരിയ കൊണ്ടുള്ള ന്യൂമോണിയ വരാതിരിക്കാം. പക്ഷെ അത് ഭയങ്കര മാരകമാണ്. ഞാനൊക്കെ കോട്ടയം മെഡിക്കൽ കോളേജിൽ MBBS പഠിക്കുമ്പം ന്യൂമോകോക്കൽ ന്യൂമോണിയ കണ്ടിട്ടുണ്ട്, ന്യൂമോകോക്കൽ മെനിഞ്ചൈറ്റിസ് കണ്ടിട്ടുണ്ട്. പക്ഷെ ഇപ്പോഴത്തെ സ്റ്റുഡൻസിന് ഇല്ല, കേസില്ല കാണാൻ. അവർ കേസ് കണ്ടിട്ടില്ല. കാണാത്തതിൻ്റെ കാരണം ഈ പിള്ളേരെല്ലാം വാക്സിനേറ്റഡാണ്. വാക്സിനേറ്റ് ആയതുകൊണ്ട് ന്യൂമോകോക്കൽ ന്യൂമോണിയ മെനിഞ്ചൈറ്റിസ് ഇല്ല ഇപ്പം. പിന്നെ വയറിളക്ക രോഗങ്ങൾ വരാതിരിക്കും റോട്ടാസിൽ, റോട്ട വൈറസ് വാക്സിൻ. അത് 2 ml നാക്കി വെച്ച് കൊടുക്കും. ഇതാണ് 6 ആഴ്ച. അപ്പം 6 അസുഖങ്ങൾക്കൊക്കെ ഒറ്റ ഷോട്ട്. പിന്നെ ന്യൂമോകോക്കൽ വാക്സിൻ 7, റോട്ട വൈറസ് 8. ഈ 8 അസുഖത്തിൻ്റെ വാക്സിനേഷനാണ് 6 ആഴ്ച കൊടുക്കുന്നത്. അത് 10 ആഴ്ച ആകുമ്പം അതേ 2.5 മാസം സെക്കൻഡ് ഡോസ്. 14 ആഴ്ച ആകുമ്പം 3.5 മാസം തേർഡ് ഡോസ്. അത് കഴിഞ്ഞിട്ട് 9 മാസം പൂർത്തിയായി 10-ാം മാസം തുടങ്ങുമ്പം MMR വാക്സിൻ. മീസിൽസ്, 5-ാം പനി, മംസ്, മുണ്ടിനീര്, റുബല്ല, ഈ 3 അസുഖങ്ങൾക്കുള്ള വാക്സിൻ. അത് 3 ഡോസ് എടുക്കണം. ഒരെണ്ണം 10-ാം മാസത്തിൻ്റെ തുടക്കത്തിലെടുക്കുക. 2-മത്തെ MMR സെക്കൻഡ് ഡോസ് 15-ാം മാസത്തിലെടുക്കുക. 3-മത്തെ MMR 5 വയസ്സിലെടുക്കുക. അങ്ങനെ 3 ഡോസ്. ഇതിൻ്റെ കൂടെ ഞാൻ ഒരു കാര്യം കൂടി പറയാം. MMR വാക്സിൻ എടുത്താൽ ഓട്ടിസം വരുന്നൊരു തെറ്റിദ്ധാരണ എന്നുള്ള വാക്ക് തന്നെയാണ് ഉപയോഗിക്കുന്നത്. ഇറ്റ്സ് നോൺസെൻസ്. ഇല്ല, പ്രൂഫില്ല. ഇതിനൊക്കെ നേരത്തെ പറഞ്ഞു സോഷ്യൽ മീഡിയാസിൽ ഏറ്റവും കൂടുതൽ കാണുന്നൊരു ഇതാണ്. ഇല്ല, MMR വാക്സിൻ എടുക്കണം. അപ്പം 10 മാസം വരെയുള്ളതായി. 15-ാം മാസത്തിൽ MMRൻ്റെ സെക്കൻഡ് ഡോസ് പറഞ്ഞു. 1 വയസ്സ് കഴിഞ്ഞാൽ ടൈഫോയിഡ് എടുക്കാം. ടൈഫോയിഡ് ഒറ്റ ഡോസേ ഉള്ളൂ, ലൈഫ് ലോങ് പ്രൊട്ടക്ഷൻ. ചിക്കൻ ബോക്സ് എടുക്കാം. ചിക്കൻ ബോക്സിന് 2 ഡോസ്. ഫസ്റ്റ് ഡോസ് എടുത്തു കഴിഞ്ഞിട്ട് പണ്ടൊക്കെ 3 വർഷം കഴിഞ്ഞാണ് സെക്കൻഡ് ഡോസ്. പക്ഷേ ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് അപ്ഡേറ്റ് 3 മാസം കഴിഞ്ഞ്. ഫസ്റ്റ് ഡോസ് കഴിഞ്ഞ് 3 മാസം കഴിഞ്ഞ് സെക്കൻഡ് ഡോസ് എടുത്താൽ മതി. പക്ഷേ ഇതിനിടയ്ക്ക് ഒരു കോണ്ടാക്റ്റ് വന്നാൽ, നിങ്ങളുടെ വീട്ടിലേക്ക് ഒരു ചിക്കൻ ബോക്സുകാരൻ വന്നു, അല്ലെങ്കിൽ പോയപ്പോൾ ഒരു ബന്ധുവീട്ടിൽ പോയപ്പോൾ ചിക്കൻ ബോക്സ് ഉണ്ടായിരുന്നു, അപ്പോൾ കോണ്ടാക്റ്റ് വന്നു. കോണ്ടാക്റ്റ് വരുമ്പം 3 മാസം കഴിഞ്ഞ് എടുക്കേണ്ട സെക്കൻഡ് ഡോസ് അപ്പം തന്നെ എടുക്കണം. അപ്പം തന്നെ എടുത്തിട്ട് 3-ാം മാസം പിന്നെ എടുക്കണ്ട. സെക്കൻഡ് ഡോസ് കംപ്ലീറ്റ് ആയി. പിന്നെ വെള്ളത്തിൽ കൂടെ പോയിരുന്ന മഞ്ഞപ്പിത്തം. ഹെപ്പറ്റൈറ്റിസ് ബി എന്ന് പറയുന്ന ബ്ലഡിൽ കൂടെ പോയിരുന്ന, ഇത് വെള്ളത്തിൽ കൂടെ പോയിരുന്നു. ഹെപ്പറ്റൈറ്റിസ് എ. അത് ഫസ്റ്റ് ഡോസ് എടുത്തു കഴിഞ്ഞ് 6 മാസം കഴിഞ്ഞ് സെക്കൻഡ് ഡോസ്. 6 മാസം കഴിഞ്ഞ്. അപ്പോൾ 1 വയസ്സിൻ്റെ ആയി. 15 മാസത്തിൻ്റെ പറഞ്ഞ് പിന്നെ 1.5 വയസ്സിൽ. 1.5 വയസ്സിലെടുക്കുന്നത് ഈ 6 ആഴ്ച, 10 ആഴ്ച, 14 ആഴ്ച എടുത്താൽ 3 എണ്ണം ഉണ്ടല്ലോ, അതിൻ്റെ ബൂസ്റ്റർ. അവിടെ വരുമ്പം DPT, ഹിബ് 3 + 1 4 അത് മതി. ഹെപ്പറ്റൈറ്റിസ് ബിയും IP പോളിയും കളയും. ഈ 4 എണ്ണത്തിൻ്റെ ക്വാട്ര വാക്സിൻ. ക്വാട്ര മീൻസ് 4, അതാണ് എടുക്കുന്നത്. അവിടെ ഈ അതിൻ്റെ കൂടെ കൊടുത്ത 3 ന്യൂമോകോക്കൽ വാക്സിൻ ഉണ്ട്, അതിൻ്റെ ബൂസ്റ്റർ വരും. ഈ ക്വാട്ര വാക്സിൻ്റെ ഒരു ഇഞ്ചക്ഷനും ഒരു PCV ബൂസ്റ്ററും. അത് 1.5 വയസ്സിൽ. 1.5 വയസ്സ് കഴിഞ്ഞിട്ട് പിന്നെ 5 വയസ്സിൽ ഇത് തന്നെ. ഇതിൻ്റെ ക്വാട്രയിൽ ഹിബ് ഹീമോഫിലസ് ഇൻഫ്ലുവൻസ കളയും. ട്രിപ്പിൾ മാത്രം DPT പ്ലസ് നേരത്തെ പറഞ്ഞ പോലെ MMRൻ്റെ 3-ാമത്തെ ഡോസ് പ്ലസ് പോളിയോ ലാസ്റ്റ് ഡോസ്. ഇതിൻ്റെ കൂടെ തന്നെ 10-ാം മാസത്തിൽ MMR എടുക്കുമ്പം 2 lakhs യൂണിറ്റ് വൈറ്റമിൻ എ കൊടുക്കണം. 2 lakhs അല്ല, 1 lakh യൂണിറ്റ് വൈറ്റമിൻ എ. അത് ഓറൽ സൊല്യൂഷനാണ്, ആക്കി വെച്ചോളൂ, ഒരു എണ്ണ പോലത്തെ വൈറ്റമിൻ എ. അത് ഓരോ 6 മാസം കൂടും കൊടുക്കും. 10 മാസം കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ 1.5 വയസ്സിൽ 2, 2.5, 3, 3.5, 4, 4, 5 വയസ്സ് വരെ വൈറ്റമിൻ എ സൊല്യൂഷൻ. പിന്നെ ഇതിനകത്ത് പറയാനുള്ളത് വേറെ HPV വാക്സിൻ, ഹ്യൂമൻ പാപ്പിലോമ വൈറസ് വാക്സിൻ. അത് ആ വാക്സിൻ ക്യാൻസർ പ്രിവെൻറ്റ് ചെയ്യുന്ന വാക്സിനാണ്. ക്യാൻസർ വരാതിരിക്കാൻ പറ്റുന്ന വാക്സിൻ. അതിൻ്റെ
ഡോസ് പെൺകുട്ടികൾക്കല്ല ആൺകുട്ടികൾക്ക് എടുക്കണം. ആൺകുട്ടികളെ പ്രൊട്ടക്റ്റ് ചെയ്താലേ പെൺകുട്ടികൾക്ക് വരാതിരിക്കുള്ളൂ. ക്ലിയർ അല്ലേ? അത് സെക്ഷലി ബിഫോർ സെക്ഷൽ കോണ്ടാക്ട്. ഓക്കെ. ബിഫോർ സെക്ഷൽ കോണ്ടാക്ട് ആൺകുട്ടികൾക്ക് കൊടുക്കണം. അല്ലെങ്കിൽ അവരിൽ നിന്ന് പിള്ളേർക്ക് കിട്ടുമല്ലേ. അതിൻ്റെ പ്രായം 9 വയസ്സ് മുതൽ 14 വയസ്സ് വരെ. 9 വയസ്സ് മുതൽ 14 വയസ്സ് വരെ 2 ഡോസ്, 2 മാസം ഗ്യാപ്പിൽ. 15 വയസ്സ് മുതൽ വന്നതിനെ പറ്റി അറിഞ്ഞത് 15 വയസ്സ് കഴിഞ്ഞ് എടുക്കുകയാണെങ്കിൽ 3 ഡോസ്. ഫസ്റ്റ് ഡോസ് എടുത്തു കഴിഞ്ഞ് 2 മാസം കഴിഞ്ഞ് സെക്കൻഡ് ഡോസ്, 3ാമത്തെ ഡോസ് ഫസ്റ്റ് ഡോസ് എടുത്തു കഴിഞ്ഞ് 6 മാസം കഴിഞ്ഞ് 6ാം മാസം, അങ്ങനെ 3 ഡോസ്. അങ്ങനെയാണ് ഹ്യൂമൻ പാപ്പിലോമ വൈറസ് വാക്സിൻ ഫുൾ പ്രൊട്ടക്ഷൻ. മലപ്പുറം കോഴിക്കോട് ഭാഗത്ത് ഒരു വാക്സിൻ എടുക്കാത്ത കുട്ടികളുണ്ട്. അപ്പോൾ 5 വയസ്സും 10 വയസ്സിനിടയ്ക്ക് അവിടെ കുറേ കുഞ്ഞുങ്ങൾ മരിച്ചു. അപ്പോൾ ഗവൺമെൻറ് ഒരു എൻക്വയറി വെച്ച് അന്വേഷിച്ചപ്പോൾ ഇവർക്ക് ഡിപ്തീരിയ വന്ന ഡെത്തായത്. ഡിപ്തീരിയ. അപ്പോൾ ഇവർ കുഞ്ഞുനാളിൽ എടുത്ത ഡിപ്തീരിയൻ്റെ ആൻറ്റിബോഡി ടൈറ്റർ ബ്ലഡിൽ കുറവാണ്. പിന്നെ കുറേ പോപ്പുലേഷൻ അവിടെ എടുത്തിട്ടില്ല, വാക്സിൻ എടുത്തിട്ടില്ല. 10 വയസ്സിൽ ടെറ്റനസ് എടുക്കണം, 15 വയസ്സിൽ ടെറ്റനസ് എടുക്കണം. അത് ഈ മലപ്പുറത്ത് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായതിനു ശേഷം ടെറ്റനസ്, പ്ലെയിൻ ടെറ്റനസ് അല്ല എടുക്കുന്നത്, ടെറ്റനസ് പ്ലസ് ഡിപ്തീരിയ കൂടെ കൂടി TD വാക്സിൻ എടുക്കുന്നത്. TD വാക്സിൻ, ടെറ്റനസ് ഡിപ്തീരിയ വാക്സിൻ, അത് 10 വയസ്സിൽ 15 വയസ്സിൽ അതുകൂടി എടുത്തു കഴിഞ്ഞാലേ വാക്സിനേഷൻ കംപ്ലീറ്റ് ആവുള്ളൂ. ഡോക്ടർ, നമ്മൾ ഈ കൊറോണ വൈറസ് വന്നതിന് ശേഷം എല്ലാവരും വാക്സിനേറ്റഡ് ആയി. വാക്സിൻ എടുത്തതിന് ശേഷം പലർക്കും പല പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി എന്ന് കേട്ടിട്ടുണ്ട്. അപ്പം അത് വെച്ചുകൊണ്ട് ജനറലി വാക്സിനേഷനോടൊരു മടിയുള്ള മാതാപിതാക്കളുണ്ടെങ്കിൽ അവരോട് പറയാനുള്ള എന്താണ്? എല്ലാ വാക്സിനും സേഫാണ്, എല്ലാ വാക്സിനും സേഫാണ്. അത് ഞാനൊരു കാര്യം പറയാം. 2019 കോവിഡ് വന്നപ്പോൾ ശരിക്കും പറഞ്ഞാൽ ലോകം പകച്ചു നിൽക്കുകയായിരുന്നു. മെഡിസിൻ ഇല്ല, എന്ത് മെഡിസിൻ കൊടുക്കണമെന്ന് ആർക്കും ഒരു ഐഡിയ ഇല്ല. ഈ വൈറസിന് പുതിയൊരു വൈറസാണ്. ഇവിടെ ക്ലോറോക്വിൻ കൊടുക്കുന്നു. ക്ലോറോക്വിൻ ആക്ച്വലി മലേറിയയുടെ മരുന്നാണ്. ട്രംപ് അവിടെ ഇരുന്ന് ക്ലോറോക്വിൻ തരണമെന്ന് പറയുന്നു. ക്ലോറോക്വിൻ അങ്ങോട്ട് അയച്ചില്ലെങ്കിൽ വലിയ നടപടി എടുക്കുമെന്ന് പറയുന്നു. അവിടെ നിന്ന് ക്ലോറോക്വിൻ അങ്ങോട്ട് അയച്ചു കൊടുത്തു. അമേരിക്കക്കാർക്കും ക്ലോറോക്വിൻ കിട്ടി. എന്തിനാ? ഒരു സ്റ്റഡിയൊന്നുമില്ല അത്. അപ്പം ആ സമയത്ത് സ്പെയിൻ എന്ന് പറഞ്ഞ രാജ്യത്ത് ഒരു സ്റ്റഡി നടന്നു. സ്പെയിനിൽ ഒരു സ്റ്റഡി നടത്തിയത് അവർ കണ്ടുപിടിച്ച് ഇൻഫ്ലുവൻസ വാക്സിൻ, ഇൻഫ്ലുവൻസ വൈറസ് വാക്സിൻ H1N1, ആ വാക്സിൻ എടുക്കുന്നവർക്ക് കോവിഡ് പ്രൊട്ടക്ഷൻ ഉണ്ടെന്ന് ഒരു സ്റ്റഡി. ആ സ്റ്റഡി പുറത്ത് വന്നപ്പോൾ ഞങ്ങൾക്കിത് ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ വഴി പെട്ടെന്ന് കിട്ടും. അപ്പോൾ അങ്ങനെ വന്നപ്പം ഒരു മെഡിക്കൽ കമ്പനിക്കാർ ഡോക്ടേഴ്സിനും ഡോക്ടേഴ്സിൻ്റെ ഫാമിലിക്കും ഈ ഇൻഫ്ലുവൻസ വാക്സിൻ ഹാഫ് ദ കോസ്റ്റ്, പകുതി വിലയ്ക്ക് തരാം. അന്ന് കണ്ട 1400 രൂപയായിരുന്നു. പകുതി വിലയ്ക്ക് തരും ഡോക്ടേഴ്സും ഡോക്ടേഴ്സ് ഫാമിലിക്കാണ്. ഞങ്ങൾ ഹൈലി റിസ്ക്കാണ് പേഷ്യൻസിനെ നോക്കുക. കോവിഡ് പോസിറ്റീവ് ആയിട്ടുള്ള മനുഷ്യർ അവരറിയുന്നില്ല കോവിഡ് പോസിറ്റീവ് ആണ്. നമ്മളവിടെ പേഷ്യൻസ് നോക്കുന്നുണ്ട്. അപ്പോൾ അവർ കമ്പനിക്കാർ ഞങ്ങൾക്ക് ഇങ്ങനെ ഹെൽപ്പ് ചെയ്തു. അന്ന് കോട്ടയത്ത് ഈ വാക്സിൻ ഇല്ലായിരുന്നു, H1N1. എറണാകുളത്തേ ഉള്ളൂ. എനിക്കൊക്കെ എറണാകുളത്ത് നിന്ന് വരുത്തുകാരൻ ഞാൻ. പൈസ പകുതി വിലയ്ക്ക് അവർ കമ്പനിക്കാരാണ്. അപ്പോൾ എൻ്റെ വീട്ടിൽ നിന്ന് 6 പേരുണ്ട്. 6 പേർക്ക് H1N1 എടുത്തു. എൻ്റെ മോളുടെ കുഞ്ഞിനൊന്ന് 3 മാസമാണ്. ഈ 3 മാസത്തെ കുഞ്ഞിന് ഞാൻ H1N1 എടുത്തു. ഞാൻ പറഞ്ഞു വന്നത് ദാറ്റ് ഈസ് സേഫ്. 3 മാസമായ കുഞ്ഞിന് പോയി ഞാൻ H1N1 എടുത്തു. അതിന് സെക്കൻഡ് ഡോസ് വീണ്ടും എറണാകുളത്ത് വരുത്തി. സെക്കൻഡ് ഡോസ് ഞങ്ങൾ 6 പേരെടുത്തു. ഞങ്ങളുടെ 6 പേർക്കും കോവിഡ് വന്നില്ല. ഇല്ല. ഞാൻ എല്ലാ ദിവസവും രാവിലെ ഹോസ്പിറ്റലിൽ പോയി പേഷ്യൻ്റ് നോക്കി, വീട്ടിലും പേഷ്യൻ്റ് നോക്കി. ഫുള്ളി എക്സ്പോസ്ഡ് ആയിരുന്നു. ആർക്കൊക്കെ വന്നില്ല. ഈ H1N1 ആണോ അതോ വേറെ ഞാൻ എടുത്ത പ്രൊട്ടക്ഷൻ കൊണ്ടാണോ എന്ന് എനിക്കറിയില്ല. പിന്നെ H1N1 വാക്സിൻ ഇപ്പോൾ കൊടുക്കുന്നുണ്ട്. അത് 6 മാസത്തിലും 7 മാസത്തിലാണ് 2 ഡോസ്, 2 മാസം ഗ്യാപ്പിൽ. പക്ഷേ അതിൻ്റെ ഒരു ഡ്രോബാക്ക്, ഒരു നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ 1 വർഷത്തേക്ക് പ്രൊട്ടക്ഷൻ ഉള്ളൂ. H1N1 വാക്സിൻ 2 ഡോസ് ഫുൾ ഡോസ് എടുത്താൽ 1 വർഷത്തേക്ക് പ്രൊട്ടക്ഷൻ ഉള്ളൂ. 1 വർഷത്തേക്ക് ഉള്ളതുകൊണ്ട് പിന്നെ ഓരോ വർഷവും റിപ്പീറ്റ് ചെയ്യണം. അതിന് ഒരു ഡോസിന് 2500 വരും. ഓരോ വർഷം റിപ്പീറ്റ് ചെയ്താലേ അതിന് പറയാനുള്ളൂ. അവിടെ നമ്മൾ ഈ ഫിസിഷ്യൻസൊക്കെ അഡ്വൈസ് ചെയ്യുന്ന ഈ ശ്വാസകോശ രോഗമുള്ളവരും, അവർക്ക് ഈ ലങ്സിനാണ് ഈ H1N1 കൂടുതൽ ബാധിക്കുന്നത്. അപ്പോൾ അവർക്ക് എല്ലാ വർഷവും H1N1 എടുക്കാൻ, ഡയബറ്റീസ് ഉള്ളവർക്ക് എടുക്കാൻ അഡ്വൈസ് ചെയ്യും. പിന്നെ പീഡിയാട്രിക്സിൽ ഇങ്ങോട്ട് ആവശ്യപ്പെട്ട് വരുന്നുണ്ട്. സ്കൂളിൽ പോയി പെട്ടെന്ന് ജലദോഷവും പനിയും വരുന്നു, അതുകൊണ്ട് H1N1 എടുക്കുക. അങ്ങനെ ഒത്തിരി പേർക്ക് H1N1 വാക്സിനേഷൻ കൊടുക്കുന്നുണ്ട്. ഡോക്ടർ 25 വർഷം ഗവൺമെൻറ് സർവീസിൽ ജോലി ചെയ്ത ഒരാളാണ്. അപ്പം ഞാൻ അതായിട്ട് ബന്ധപ്പെട്ട ഒരു ചോദ്യം ചോദിക്കുകയാണ്. ചില ആളുകൾക്ക് നമ്മുടെ ഗവൺമെൻറ്റിൽ നിന്ന് കൊടുക്കുന്ന വാക്സിൻസ് അത്ര എഫക്റ്റീവ് അല്ല എന്നൊരു തോന്നലുണ്ട്. ചിലർ അതുകൊണ്ട് വേറെ പ്രൈവറ്റ് ഹോസ്പിറ്റൽസൊക്കെ പോകുന്നവരുണ്ട്. അപ്പം
അങ്ങനെയുള്ളവരോട് ഡോക്ടർക്ക് പറയാനുള്ളൊരു ഒരു അഡ്വൈസ് അല്ല, അങ്ങനെ ഒരു ധാരണ 100% തെറ്റാണ്. തെറ്റാണ്. ഇത് വാക്സിൻ ഗവൺമെൻറ് ആയാലും പ്രൈവറ്റ് ആയാലും കോൾഡ് ചെയിൻ മെയിൻറ്റെയിൻ ചെയ്ത് വരുന്നത്. കോൾഡ് ചെയിൻ മെയിൻറ്റെയിൻ ചെയ്ത് വരിക എന്ന് പറഞ്ഞാൽ സൂക്ഷിക്കുന്നത് അല്ലേ? ഈ മിക്കവാറും വാക്സിനൊക്കെ പൂനെയിലായിരിക്കും. പൂനെ സീറോ ഇൻസ്റ്റിറ്റ്യൂട്ട് അവിടെ നിന്നൊക്കെ പൂനെ വാക്സിൻ ഉണ്ടാക്കുന്ന ഫാക്ടറിക്കകത്തോട്ട് ഈ കോൾഡ് ചെയിനുള്ള വണ്ടി ഞാൻ കയറുക. അത് കോൾഡ് ചെയിൻ ബോക്സാണ്, ഫുള്ളി ഫ്രീസ്ഡാത് അല്ല വണ്ടി. ആ ഫാക്ടറിക്കകത്തുനിന്ന് തന്നെ ഈ കോൾഡ് ചെയിൻ മെയിൻറ്റെയിൻ ചെയ്താണ് ബോക്സിനകത്ത് വലിയ ഐസ് ലൈനിങ് റിഫ്രിജറേറ്റർ പോലത്തെ അതിലും കൂടിയ സംഗതിക്കകത്ത് കോൾഡ് ചെയിൻ മെയിൻറ്റെയിൻ 0 to 8 ഡിഗ്രിയിലാണ് വയ്ക്കുന്നത്. 0 to 8 ഡിഗ്രി. ആ ഫാക്ടറിയിൽ നിന്ന് തന്നെ കോൾഡ് ചെയിൻ മെയിൻറ്റെയിൻ ചെയ്തതാണ്. അവിടെ നിന്ന് നേരെ വണ്ടി കോൾഡ് ചെയിനാണ് കംപ്ലീറ്റ്, നേരെ എയർപോർട്ടിലേക്ക് പോവാം. എയർപോർട്ടിൽ അത് കോൾഡ് ചെയിൻ മെയിൻറ്റെയിൻ ചെയ്താണ് ഫ്ലൈറ്റിൽ കയറുന്നത്. ഫ്ലൈറ്റിൽ കയറി നെടുമ്പാശ്ശേരി ഒറ്റപ്പാലത്ത് വന്നു കഴിഞ്ഞാൽ അവിടെ നിന്ന് നേരെ നമ്മുടെ DM ഓഫീസിൽ നിന്ന് വന്ന് കോൾഡ് ചെയിനുള്ള വണ്ടിയാണ് പോകുന്നത്. കോൾഡ് ചെയിൻ വണ്ടിയിൽ പോയാണ് എടുത്തോണ്ട് വരുന്നത്. DM ഓഫീസിൽ സ്റ്റോക്ക് ചെയ്യും. കോൾഡ് ചെയിൻ മെയിൻറ്റെയിൻ ചെയ്ത് ഐസ് ലൈനിങ് റിഫ്രിജറേറ്റർ ILR എന്ന് പറയും. ഐസ് ലൈനിങ് റിഫ്രിജറേറ്ററിനകത്താണ് വെച്ചിരിക്കുന്നത്. അതിനകത്ത് തന്നെ വാക്സിൻ കാരറൊക്കെ വെച്ചു. വാക്സിൻ കാരിൽ 6 സൈഡിലും ഐസ് പാക്ക് വെച്ചാൽ ഏറ്റവും അടിയൊരെണ്ണം 4 വശത്തും മുകളിലും. അതിൻ്റെ നടുക്കാണ് വാക്സിൻ ഇരിക്കുന്നത്. അതിൻ്റെ പുറത്ത് വാക്സിൻ വയൽ മോണിറ്റർ ഉണ്ട്. അതിന് ടെമ്പറേച്ചർ വേരിയേഷൻ വന്ന് അതിൻ്റെ കളർ മാറും, ഉപയോഗിക്കാൻ പറ്റില്ല. നോർമലി ഒരു കളർലെസ് ഉണ്ടാവും, അത് കുറച്ച് കഴിഞ്ഞാൽ വയലറ്റ് ആവും. ആ വയലറ്റ് കളർ കൂടുമ്പോൾ അത് വാക്സിൻ പൊട്ടൻസി പോയെന്നുള്ളതാണ്. അപ്പോൾ കോൾഡ് ചെയിൻ മെയിൻറ്റെയിൻ ചെയ്ത സാധനമാണ് DM ഓഫീസിൽ ഇരിക്കുന്നത്, അവിടുത്തെ സ്റ്റോറേജിലിരിക്കുന്നത്. അവിടെ നിന്നാണ് ഡിസ്ട്രിബ്യൂഷൻ. അവിടെ നിന്ന് പ്രാഥമിക ആരോഗ്യ കേന്ദ്രം, താലൂക്ക് ആശുപത്രി, ജില്ലാ ആശുപത്രി, ഇങ്ങോട്ടൊക്കെ ഈ കോൾഡ് ചെയിൻ മെയിൻറ്റെയിൻ ചെയ്താൽ പോകുന്നത്. ഐസ് ലൈൻ റിഫ്രിജറേറ്ററിലൊക്കെ വെച്ചാണ് വാക്സിൻ കയറില്ലാത്തതാണ് അവിടെ എത്തുന്നത്. അപ്പം പ്രൊഡക്ഷൻ മുതൽ ഈ ബെനിഫിഷ്യറിക്ക് ഉപഭോക്താവിൻ്റെ കയ്യിൽ കുത്തുന്നവരെ 2 to 8 ഡിഗ്രിയിലാണ് മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നത്. ഗവൺമെൻറ് ഹോസ്പിറ്റൽ വാക്സിൻ ബെസ്റ്റ്, അതുപോലെ തന്നെ പ്രൈവറ്റ് ഹോസ്പിറ്റൽ വാക്സിൻ ബെസ്റ്റ്, ഒരു വിഷയമില്ല. പിന്നെ ഈയിടെ വാക്സിൻ എടുത്തിട്ടും റാബീസ് വന്നൊരു ഇൻസിഡൻറ്റ് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അത് എന്തുകൊണ്ടാണ്? അത് ഈ കടിയേറ്റ ഭാഗം, തലച്ചോറിനടുത്തുള്ള ഭാഗത്ത് കടിയേറ്റ റിസ്ക് കൂടുതലാണ്. കാരണം ഇവിടെ നിന്ന് വൈറസിന് നേറ് വഴി ഞരമ്പ് വഴി ട്രാവൽ ചെയ്ത് ബ്രെയിനിലെത്താൻ അധികം ദൂരമില്ല. അതേസമയം കാലിൽ കടിച്ചാൽ അത്ര റിസ്ക് ഇല്ല, ഇത്രയും ഡിസ്റ്റൻസ് ഉണ്ട്. അപ്പം കടിച്ച ഭാഗത്തിൻ്റെ പിന്നെ മുറിവിൻ്റെ ആഴം, മുറിവിൻ്റെ വലിപ്പം അതിനനുസരിച്ചിരിക്കും. പിന്നെ വാക്സിൻ എടുക്കാൻ വരുന്ന താമസം. ഇവിടെ ഒരു പട്ടി കടിച്ചിട്ട് വാക്സിൻ എടുക്കാൻ 8 മണിക്കൂർ എടുക്കുക കഴിഞ്ഞ് ഇത് ഇവിടെ ബ്രെയിനിൽ എത്തിക്കഴിഞ്ഞു. അപ്പോൾ വൈറസ് ഈ വാക്സിന് പോയി ആക്ട് ചെയ്യാൻ പറ്റുന്നില്ല, അതിനുമുമ്പ് ബ്രെയിനിനെ ബാധിച്ചു കഴിഞ്ഞു. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ വാക്സിൻ്റെ തകരാറായിരിക്കില്ല അത്, ഇത് ഇങ്ങനെയുള്ള ഇതാ. ആൾക്കാരെല്ലാം പറഞ്ഞു വന്നത് വാക്സിൻ പഴയതാണ്, അല്ലെങ്കിൽ നമ്മൾ സ്റ്റോർ ചെയ്തതിന്റെ പ്രശ്നമാണെന്നൊക്കെ. അത് വാക്സിൻ പൊട്ടൻസി ഉണ്ടെന്നുള്ള തെളിയിച്ചല്ലോ, വാക്സിൻ്റെ അല്ലെന്നുള്ള അറിഞ്ഞു. വീട്ടിലിപ്പം എല്ലാവരും പേരൻസ് ആണ്, എല്ലാവരുടെ വീട്ടിലും പട്ടിയോ പൂച്ചയോ എന്തെങ്കിലുമൊക്കെ കാണും. അപ്പം നമ്മൾ വീട്ടിൽ വളർത്തുന്ന പെറ്റ്സ് കുട്ടികളെ ചെറുതായിട്ടൊന്ന് കടിക്കുകയോ ഒരു കമ്മുകയോ ചെയ്ത് കഴിയുമ്പോഴേക്കും പേരൻസ് ചിലപ്പോൾ പറയും, നമ്മുടെ വീട്ടിൽ വളർത്തുന്നതിന് വലിയ കുഴപ്പമൊന്നും ഇല്ലായിരിക്കും എന്ന് വിചാരിച്ച് വാക്സിൻ ഒന്നും എടുക്കാതിരിക്കും. അപ്പം അങ്ങനെയുള്ളവരോട് ഡോക്ടർക്ക് പറയാനുള്ള അഭിപ്രായം എന്താണ്? വീട്ടിൽ വളർത്തുന്ന പെറ്റ് ആനിമൽസ് ആണെങ്കിലും വാക്സിൻ എടുക്കണം. വീട്ടിലെ കോഴി കുത്തിയാലും വാക്സിൻ എടുക്കണം. കോഴി കുത്തിയാലും വാക്സിൻ? യെസ്, എടുക്കണം. അത് 4 ഡോസാണ്. കുത്ത് കടിയെ കിട്ടിക്കഴിഞ്ഞാൽ 0 ഡേയിൽ ഫസ്റ്റ് ഡോസ്, 3-ാം ദിവസം സെക്കൻഡ്, 14-ാം ദിവസം 3, 28-ാം ദിവസം 4. ഈ 4 ഡോസാണ് എടുക്കേണ്ടത്. അപ്പം ഇത് എടുത്തു കഴിഞ്ഞാൽ പ്രൊട്ടക്ഷനാണ്. പക്ഷേ വീട്ടിലെ ആണെന്ന് വെച്ച് എടുക്കാതിരുന്നു കഴിഞ്ഞാൽ ചിലപ്പം അപകടത്തിൽ പോകാം. പിന്നെ ഒരു കാര്യം കൂടെ പറയാം, പട്ടി കടിക്കാതെ പേവിഷബാധ കേട്ടിട്ടുണ്ടോ? അമല കേട്ടിട്ടുണ്ടോ? അണ്ണാൻ വല്ലതും കടിച്ചാണോ? ഒരു മൃഗവും കടിക്കാതെ പേവിഷബാധ കേട്ടിട്ടുണ്ടോ? ഇല്ലില്ല. ആക്ച്വലി ഉണ്ട്. കോഴിക്കോട് ഒരു 10 വയസ്സുകാരൻ പേവിഷബാധയായിട്ട് മരിച്ചു. അപ്പോൾ അവൻ്റെ അച്ഛനും അമ്മയും പറഞ്ഞു ഇവനെ പട്ടി കടിച്ചിട്ടില്ല, പിന്നെ എങ്ങനെ പേവിഷബാധ വന്നു? വലിയ എൻക്വയറി ആയപ്പം നേരത്തെ ഈ നാട്ടിൻപുറത്തുള്ള കടകളിലൊക്കെ സൈക്കിൾ വാടകയ്ക്ക് കൊടുക്കുമായിരുന്നു, 1 മണിക്കൂറിന് 2 രൂപ എന്നൊക്കെ പറഞ്ഞു. ഇപ്പം അതില്ലല്ലോ, ഇപ്പം പിള്ളേർക്കൊക്കെ സ്വന്തമല്ല സൈക്കിൾ. അപ്പം ഈ 10 വയസ്സുകാരൻ അവിടെ സ്കൂളിൽ വിട്ടുകൊണ്ട് സൈക്കിൾ എടുക്കാൻ അവിടെ ചെന്നു, ഈ മാടക്കടയുടെ അടുത്ത്. അപ്പം എൻ്റെ കൂട്ടുകാരെല്ലാം സൈക്കിൾ കൊണ്ടുപോയിരിക്കുക, അത് വരണം, അവർ 1 മണിക്കൂർ ഓടിച്ചിട്ട് വരണം. അപ്പം ഇവിടെ അവനോട് വെറുതെ സൈക്കിൾ കാത്തി നിന്നപ്പം ചുമ്മാ വഴി കിടന്നൊരു
ഒരു തീപ്പെട്ടിക്കമ്പ് അതുണ്ട്, അതിന് പല്ലിനിടെ കുത്തിക്കൊണ്ട് വന്നു. അത് കഴിഞ്ഞ് അവൻ്റെ കൂട്ടുകാരെ സൈക്കിൾ കൊണ്ടുവന്ന് സൈക്കിൾ എടുത്ത് പോയി, അതങ്ങ് തീർന്നു. അത് കഴിഞ്ഞ് കുറേ മാസങ്ങൾ കഴിഞ്ഞാണ് ഇവന് പേവിഷബാധ വരുന്നത്. ഇത് പുറകോട്ട് അന്വേഷണം വന്നതാണ്. പുറകോട്ട് അന്വേഷണം വന്ന് ഈ ഇവനെടുത്ത കമ്പെടുത്ത് വായി കുത്തിയില്ലേ, അവിടെ ഒരു പേപ്പട്ടി ഉണ്ടായിരുന്നു. അതിൻ്റെ ഉമിനീര് വീണ സ്ഥലമായിരുന്നു. ഇവനെടുത്ത കമ്പിൽ അതുണ്ടായിരുന്നു. അതെടുത്തവൻ പല്ലിട കുത്തി, ഈ വൈറസ് കയറി ബ്രെയിനടുത്താണ്, രക്ഷിക്കാൻ പറ്റിയില്ല. പിന്നെ റേബീസ് വാക്സിൻ്റെ പേപ്പട്ടി വിഷയുടെ വേറൊരു പ്രശ്നം, ഇത് വൈറസ് 10 വർഷത്തോളം വേണി ശരീരത്തിൽ ഡോർമെൻ്റായിട്ട് കിടക്കും. നിർജ്ജീവമായി കിടക്കുന്നവരെ കിടക്കും. 8-10 വർഷം കഴിഞ്ഞിട്ട് രോഗലക്ഷണം വരാം. നമ്മളൊരു പട്ടി അടിച്ചിട്ട് ഒരു വഴിയിൽ അലഞ്ഞു കിടക്കുന്ന പട്ടിയാണെങ്കിൽ ഹൈ റിസ്ക്കാണ്, അതിന് ഫോളോ അപ്പ് ചെയ്യാൻ പറ്റില്ല. വീട്ടിലെ പട്ടിയാണെങ്കിൽ 10 ദിവസം ശ്രദ്ധിച്ചാൽ മതി. പട്ടിക്ക് പേവിഷബാധയുണ്ടെങ്കിൽ 10 ദിവസം ചത്തിരിക്കും. അലഞ്ഞു കിടക്കുന്ന പട്ടി നമ്മളങ്ങനെ ഫോളോ അപ്പ് ചെയ്യും. നമുക്ക് മനസ്സിന് വിഷമം, പിന്നെ കുഴപ്പമുണ്ടായിരുന്നു. അപ്പം ഇത് 10 വർഷത്തോളം കിടക്കാം. അപ്പം ഒരു പട്ടി കഴിച്ചിട്ട് 5 കൊല്ലം കഴിഞ്ഞിട്ട് എനിക്ക് കുഴപ്പമില്ലെന്ന് പറഞ്ഞിട്ട് അഹങ്കരിച്ചിട്ട് കാര്യമില്ല. ഡോക്ടർ, ഇനി അടുത്തത് നമുക്ക് ചോദിക്കാനുള്ളത്, കുട്ടികൾക്ക് പനി വരുമ്പം സാധാരണ നമ്മൾ ചെയ്യുന്നൊരു ഹോം റെമഡി ഉണ്ട്, ഒരു നനഞ്ഞ തുണി എടുത്ത് നമ്മൾ നെറ്റിയിൽ വെക്കുക. അപ്പം സാധാരണ പനി വരുന്നതെന്ന് പറയുന്നത് നമ്മുടെ ബോഡി ഫുള്ള് ചൂടായിട്ടിരിക്കുന്ന ഒരവസ്ഥ. അപ്പം ഈ നെറ്റിയിൽ തുണി ഇടുന്നതുകൊണ്ട് എന്തെങ്കിലും പ്രത്യേകിച്ച് എന്തെങ്കിലും കാര്യമുണ്ടോ? ഉണ്ട്. നമ്മൾ പനി വരുമ്പോൾ നെറ്റി തുണി ഇടുമ്പം ആ നനഞ്ഞ തുണി വാപ്പറേറ്റ് ചെയ്യും, ബാഷ്പീകരിക്കും. ബാഷ്പീകരിച്ച് പോകണമെങ്കിൽ ചൂട് വേണം. ആ ചൂട് ശരീരത്തിൽ നിന്ന് വലിച്ചെടുക്കും. അപ്പോൾ ബോഡി തണുക്കും, പനി കുറയും. ഇപ്പം നമ്മുടെ നെറ്റിയിൽ നിന്ന് മാത്രം. അപ്പം അങ്ങനെ ഞാൻ പറയുന്നത് നെറ്റി നനച്ചിടുന്നതിന് നല്ലത് പനിയുള്ള സമയത്ത് നല്ല ചൂടുവെള്ളത്തിൽ കുളിക്കണം. കുളിക്കണം. പനി വരുമ്പം കുളിക്കാൻ പാടില്ല എന്നാണ് നാട്ടിൻപുറത്ത് പറയുന്നത്. പക്ഷെ അങ്ങനെയല്ല, പനി വരുമ്പോൾ കുളിക്കണം. കുളിച്ചാൽ പനി കുറയും. ഈ ഹോൾ ബോഡിയിലേക്ക് ചൂടുവെള്ളം കോരി ഒഴിച്ചു കഴിഞ്ഞാൽ ഇത് വാപ്പറേറ്റ് പോകും. വാപ്പറേറ്റ് ചെയ്യുകയാണെങ്കിൽ ചൂട് വേണം, അത് ഹോൾ ബോഡിയിൽ നിന്ന് വലിച്ചെടുക്കും. അപ്പോൾ ബോഡി ടെമ്പറേച്ചർ ഡൗൺ ആവും. ഇതിന് ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞുതരാം. എൻ്റെ കൊച്ചുമോന് 4 വയസ്സുള്ളവന് 104 ഡിഗ്രി പനി. പാരസെറ്റമോൾ സിറപ്പ് കൊടുത്തു, 1/2 ഡിഗ്രി കുറഞ്ഞില്ല, 1/2 ഡിഗ്രി പോലും കുറഞ്ഞില്ല. സപ്പോസിറ്റ് വെച്ച് കൊടുത്തു, മലദ്വാരത്തിൽ ഗുളി വെച്ച് കൊടുത്തു, ടെമ്പറേച്ചർ ഡൗൺ ആകുന്നില്ല, ഒന്നും കഴിച്ചിട്ടില്ല, പുതച്ചു മൂടി കിടക്കുക. അപ്പം ഈ കുഞ്ഞ് 2 വയസ്സുള്ളപ്പോൾ ഞങ്ങളൊരു ബാത്ത് ടബ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഈ ബാത്ത് ടബിൽ കുളിക്കുന്ന കൊച്ചിന് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഞാൻ പറഞ്ഞു, മോനെ നമുക്ക് ബാത്ത് ടബിൽ കുളിക്കാം. പഴയ ബാത്ത് ടബൊക്കെ എടുത്ത് കഴുകി ബാത്റൂമിൽ കൊണ്ടുവച്ച് നിറച്ച് ചൂടുവെള്ളം വെച്ചു, എന്നിട്ട് അതേ കൊണ്ടിരുത്തി. എന്നിട്ട് അന്നത്തെ കുഞ്ഞ് താറാവും കൊടുത്ത് വെള്ളത്തിൽ പോകി കിടത്ത് സോപ്പും കൊടുത്തു കുളിച്ചോളാൻ പറഞ്ഞു. അവൻ അതിനകത്തിരുന്ന് 1/2 മണിക്കൂർ കുളിച്ചു, എണീറ്റ് വരികയില്ല. 1/2 മണിക്കൂർ ഞങ്ങൾ പിന്നെ പൊക്കിയെടുത്ത് വേറെ ചൂടുവെള്ളം വെച്ച് തലയിൽ വെച്ചു, തോർത്തി ഡ്രസ്സൊക്കെ മാറ്റി. 104 ഡിഗ്രി പനി പോയെന്ന് മാത്രമല്ല, പിന്നെ പനിച്ചുമില്ല. പിന്നെ ദോശയും കഴിച്ച സുഖമായി. അപ്പം ഇത് നല്ലൊരു ചൂടുവെള്ളത്തിൽ ശ്രദ്ധിക്കുക. ഈ ചൂടുവെള്ളത്തിൽ തന്നെ കുളിപ്പിക്കണം. പനിയുള്ളതുകൊണ്ട് തണുക്കാൻ വേണ്ടി പച്ചവെള്ളമല്ല. ചില ആൾക്കാർ പച്ചവെള്ളം, ഈ പനിയുള്ള സമയത്ത് പച്ചവെള്ളം കുരി വെച്ചാൽ ദേഷ്യം വരും. ചൂടുവെള്ളം തന്നെ എടുക്കുന്നത്. പിന്നെ നെറ്റിയിൽ വെക്കുമ്പോൾ അത് ഇളം ചൂടുവെള്ളം. പിന്നെ നല്ല ചൂടുള്ളപ്പം ദേഹം തുടപ്പിക്കണം. തുടപ്പിക്കുമ്പോൾ 3 കാര്യം ശ്രദ്ധിക്കണം. ഒരുപാട് നല്ല ചൂടുള്ളതായിരിക്കണം. ടർക്കി ടവലത്തെ കട്ടി തുണിയായിരിക്കണം. അത് മുക്കിയിട്ട് ടവല് പിഴിയരുത്, പതുക്കെ ഒന്ന് നെക്കി വെള്ളം കളയുക. അതിന് വെള്ളം ഇറ്റിട്ട് വീഴണം. എന്നിട്ട് ഡ്രസ്സ് മൊത്തം മാറ്റുക. എന്നിട്ട് മുഖം, നെഞ്ച്, വേറെ കാൽപാദം വരെ ബാക്കിൽ കഴുത്തോല് ഉപ്പൂറ്റിട്ട് 5 മിനിറ്റ് 10 മിനിറ്റ് തുടയ്ക്കുക. വെള്ളം ദേഹത്തൊരു കൂറി വീഴണം. തുടച്ച് കഴിഞ്ഞിട്ട് ടവല് പിഴിയണം. പിഴിഞ്ഞിട്ടുണ്ട് തല ഉടയ്ക്കണം. ഡോക്ടർ, വേറൊരു സംശയം. നമുക്കറിയാം, ഇവിടെ നിന്ന് വെളിയിലേക്ക് പോകുന്ന കുറേ പേരൻസ് ഉണ്ട്. അപ്പം അവർ പോകുന്ന സമയത്ത് അവിടുത്തെ മെഡിക്കൽ ഫെസിലിറ്റി എന്ന് പറയുന്നത് നമ്മുടെ ഇവിടുത്തെ പോലെ പെട്ടെന്ന് ഒരു ഡോക്ടറെ കാണാൻ സാധിക്കുന്നില്ല. അപ്പോൾ അവിടെ ഒരു കുട്ടിക്ക് പനി വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടുത്തെ അമ്മമാർ ഒരുപാട് കഷ്ടപ്പെടാറുണ്ട്, എന്താ ചെയ്യേണ്ടതെന്നറിയാതെ കഷ്ടപ്പെടും. അപ്പോൾ ഇവിടെ നിന്ന് പോകുമ്പോഴേക്കും നമ്മുടെ കയ്യിൽ കരുതാൻ പറ്റുന്ന അല്ലെങ്കിൽ കരുതേണ്ടതായിട്ടുള്ള കുറച്ച് മെഡിസിനുകൾ ഏതൊക്കെയാണ്? ആദ്യമായിട്ട് കൈ കരുതേണ്ടത് പാരസെറ്റമോൾ. പാരസെറ്റമോൾ സിറപ്പോ, വലിയ കുട്ടിയാണെങ്കിൽ ടാബ്ലറ്റ് കഴിക്കും, ടാബ്ലറ്റ് സംബന്ധമായിട്ട് പാരസെറ്റമോൾ വേണം. പിന്നെ വോമിറ്റിങ്, ഛർദി വന്നാൽ പോകുന്ന വഴിക്ക് അവിടെ ഭക്ഷണത്തിൽ നിന്ന് വല്ല പ്രശ്നമായി ശ്രദ്ധിക്കാതിരിക്കാനുള്ള വയറ്റിൽ നോവിനുള്ള മരുന്ന് കരുതണം. ലൂസ് മോഷന്, വയറിളക്കം വന്നാൽ മെയിൻലി ORS ആണ്.
പിന്നെ ആൻറ്റിബയോട്ടിക് വേണമെങ്കിൽ അത് വേറെ ബ്ലഡൊക്കെ ഉണ്ടെങ്കിലേ ഉള്ളൂ. അതൊക്കെ നമുക്ക് അഡ്വാൻസ് ആയിട്ട് ആൻറ്റിബയോട്ടിക് ഒരിക്കലും എഴുതാൻ എടുക്കാൻ പറ്റില്ല. പറ്റില്ല. കാരണം ആ പേഷ്യനെ നോക്കിയിട്ട് നമ്മൾ അപ്പോൾ തീരുമാനിക്കുക ഏതാ ആൻറ്റിബയോട്ടിക് എന്നുള്ളത്. അല്ലാണ്ട് അഡ്വാൻസ് ആയിട്ട് നമുക്ക് എഴുതി കൊടുക്കാൻ പറ്റില്ല. പിന്നെ ഓയിൻമെൻറ്റ്, ആൻറ്റിബയോട്ടിക് ഓയിൻമെൻറ്റ്, മുറിവ് ഒക്കെ പറ്റിയ ഓയിൻമെൻറ്റ്, പിന്നെ ഒരു വേദനയ്ക്കുള്ളൊരു ഓയിൻമെൻറ്റ്, ബാക്ക് പെയിനോ ഇതൊക്കെ വന്നപ്പെട്ടാണ് ഓയിൻമെൻറ്റ്. പിന്നെ ചെവിയിൽ ഒഴിക്കാൻ മരുന്ന് കൊടുക്കാം, പക്ഷേ ചെവിക്കകത്ത് പഴുപ്പില്ലെന്ന് ഉറപ്പാക്കണം. ജലദോഷം വന്നാൽ ചെവിവേദന എടുക്കാം. അങ്ങനെയുള്ളതാണെങ്കിൽ ഇയർ ഡ്രോപ്സ് 2 ദിവസം വെച്ച് അത് മാറി കിട്ടണം. മൂക്കടപ്പുണ്ടെങ്കിൽ മാറാൻ സലൈൻ ഡ്രോപ്സ് വേണം. കുഞ്ഞു വാവയ്ക്കാണെങ്കിൽ സലൈൻ വേണം. പിന്നെ വയറ്റ് നോവിന് ഒരു ഡ്രോപ്സ് വേണം. ഇതൊക്കെ ഡോക്ടറിൻ്റെ അടുത്ത് ഒരു അമ്മ ഒരു കുട്ടിയെ കൊണ്ട് വരികയാണ്. അപ്പം പനിയായിരിക്കാം കുട്ടിയുടെ പ്രശ്നം. പനിക്കപ്പോൾ ഡോക്ടർ മരുന്ന് കൊടുത്തു. മരുന്ന് കൊടുത്തതിന് ശേഷം ആ കുട്ടിയുടെ വീട്ടിൽ വേറൊരു കുട്ടിയും കൂടെ ഉണ്ട്. മരുന്ന് കഴിച്ച് കുറഞ്ഞു. പക്ഷേ കുറച്ച് നാൾ കഴിയുമ്പോഴേക്കും രണ്ടാമത്തെ കുട്ടിക്ക് ഇതുപോലെ തന്നെ സെയിം ആ ഒരു പ്രശ്നം വന്നു. ഡോക്ടറെ കാണാതെ തന്നെ ഓൾറെഡി മേടിച്ച ആ മരുന്ന് യൂസ് ചെയ്ത്, കാരണം വന്നത് തന്നെയല്ലേ അത് തന്നെയാണെന്ന് വിചാരിച്ച് സെൽഫായിട്ട് ട്രീറ്റ് ചെയ്യുന്ന പേരൻസ് കാണും. ഡോക്ടർക്ക് എന്താണ് അവരോട് പറയാനുള്ളത്? ഇത് ഞാനൊരു ഉദാഹരണത്തിൽ ഇവിടെ പറയാം. 4 വയസ്സുള്ള ഇരട്ടകൾ, ആൺപിള്ളേർ. അതിൽ ഓരോ കുട്ടിക്ക് പനി, ഛർദി, മൂക്കൊലിപ്പ്. ആ അമ്മ കാലിക്കറ്റ് മെഡിക്കൽ കോളേജിൽ കൊണ്ട് കാണിച്ചു, മെഡിസിൻ കൊടുത്തു. മെഡിസിൻ കൊടുത്ത് 2-ാം ദിവസം എല്ലാം സുഖമായി. 2 ദിവസം കഴിഞ്ഞപ്പം ഇതിൻ്റെ ഇരട്ടകൾ മറ്റേ ആൾക്കുണ്ടായി പനി. കാരണം ഇവർ ഇരട്ടകളാകുമ്പോൾ എല്ലാം ഒരുമിച്ചായിരിക്കുമല്ലോ പനി. അപ്പോൾ ആ അമ്മ സാധാരണ ഈ ഇരട്ടകളാകുമ്പോൾ വേണ്ട ഒരേ വെയിറ്റ് ഒക്കെയാണ്. ഇതേ അസുഖമാണല്ലോ. ഇതേ മരുന്നെടുത്ത് ആ കുഞ്ഞിനെ കൊടുത്തു. സ്വാഭാവികമായിട്ട് എല്ലാ അമ്മമാരും ചെയ്യുന്നതാണ്. കൊടുത്തു. വൈകുന്നേരം ആയപ്പം കുഞ്ഞ് ശ്രദ്ധിച്ച് പനി കൂടി അവശതയായി. ഇതിനെടുത്തോണ്ട് കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് ഓടി. അവർ ചോദിച്ചു, ഇതുവരെ പനി മാറിയില്ലെന്ന് ചോദിച്ചു. അന്നേരം അമ്മ പറഞ്ഞു, ഇത് ആ കുഞ്ഞല്ല, അതിൻ്റെ ഇരട്ട മറ്റേ ആ കുഞ്ഞ്. സാറേലും പരിശോധിച്ച് നോക്കിയിട്ട് ആ കുഞ്ഞിന് മെനിഞ്ചൈറ്റിസ് ആയിരുന്നു. മെനിഞ്ചൈറ്റിസ് എന്ന് പറഞ്ഞാൽ തലച്ചോറ് പനി, ഛർദി, തലച്ചോറിന് പഴുപ്പ്. ആദ്യത്തേന് പനി, ഛർദി സെയിം. എങ്ങനെയുണ്ട്? അതുകൊണ്ട് നമുക്ക് അങ്ങനെ പറയാൻ പറ്റില്ല. പലരും എന്നോട് ഫോണിൽ വിളിച്ച് ചോദിക്കുന്നു, പനിയുണ്ട്, പാരസെറ്റമോൾ കൊടുത്താൽ മതിയോ? പനി എന്ന് പറയുന്ന ഒരു രോഗമല്ല, ഒരു രോഗലക്ഷണം. കുഞ്ഞിനെന്തോ ഒരു അസുഖമുണ്ട്, അതിൻ്റെ പുറമേ ഉള്ള സിംറ്റമാണ്, രോഗലക്ഷണമാണ്. എന്താണ് അസുഖം എന്ന് കണ്ടുപിടിച്ച് ചികിത്സിക്കണം. അപ്പോൾ സിമ്പിളി ഒരു പനി, ഛർദിയും വന്നാൽ ഇവിടെ ഈ കേസിൽ അത് മെനിഞ്ചൈറ്റിസ് ആയിരുന്നു, യൂറിനറി ഇൻഫെക്ഷൻ ആയിരിക്കും. പീഡിയാട്രിക്സിൽ കുട്ടികൾക്ക് മൂത്രമൊഴിക്കും വേദന ഇല്ലാതെ യൂറിനറി ഇൻഫെക്ഷൻ വരാം. അഡൽസിനെ ഈ മൂത്രം ചുടിച്ചിലൊക്കെ കാണുള്ളൂ, അങ്ങനെ വരാം. അപ്പോൾ പീഡിയാട്രിക്സ് എന്ന് പറഞ്ഞാൽ ശരിക്കും ഒരു വെറ്റിനറിയാണ്. ആ കുഞ്ഞുങ്ങൾ അവരുടെ അസുഖം പറയുന്നില്ല, അമ്മയും അച്ഛനോ പറയും. പിന്നെ നമ്മൾ കുറേ കാര്യങ്ങൾ അങ്ങോട്ട് ചോദിക്കും, പിന്നെ ലാബിനെ ആശ്രയിക്കും. ഇങ്ങനെ കണ്ടുപിടിക്കുന്നത്. ഇപ്പോഴത്തെ ഒരു കാലത്തിൽ എല്ലാവരും സോഷ്യൽ മീഡിയാസിൽ ഭയങ്കരമായിട്ട് ഇൻവോൾവ് ആണ്. അപ്പോൾ ഒരു കുട്ടിക്കൊരു പ്രശ്നം വന്നാൽ തന്നെ നേരെ ഗൂഗിളിലേക്ക് പോയി നോക്കും, എന്താണ് സിംറ്റംസ് എടുത്ത് നോക്കും, എന്താണ് ഈ കുട്ടിയുടെ പ്രശ്നം എന്ന്. അപ്പം അങ്ങനെയുള്ളവരോട് ഡോക്ടർക്ക് പറയാനുള്ളൊരു അഭിപ്രായം എന്താണ്? ഗൂഗിളിൽ പറയുന്ന എല്ലാ കാര്യങ്ങളും 100% ശരിയല്ല. ഗൂഗിളിലെല്ലാം 100% ശരിയല്ല. ഒത്തിരി തെറ്റുകളുണ്ട് അതിനകത്ത്. അതുപോലെ ഈ മെഡിക്കൽ സയൻസ് ഫാസ്റ്റ് ഡെവലപ്പിംഗ്. പല കാര്യങ്ങളും പഴയതുകൊണ്ട് ഗൂഗിളിൽ അതൊന്നും ആശ്രയിക്കാൻ പറ്റില്ല. ഒരിക്കലും ഗൂഗിൾ നോക്കി ട്രീറ്റ് ചെയ്യാൻ പാടില്ല. ഗൂഗിൾ നോക്കി പേരൻസ് നോക്കുകയാണെങ്കിൽ ആവശ്യമില്ലാത്ത ടെൻഷൻ ഉണ്ടാവും. അതിനകത്ത് ഓരോ കാര്യങ്ങൾ വെച്ചാൽ ടെൻഷൻ ഉണ്ടാവും. മിക്ക രോഗങ്ങളും ചെന്നെത്തുന്ന ക്യാൻസറിലേക്ക്. അതെ. അങ്ങനെ ഞങ്ങൾ പരിശോധിച്ച് നോക്കി ഡോക്ടറുടെ മനസ്സിൽ പോലും വരാത്ത കാര്യങ്ങളായിരിക്കും ഗൂഗിളിൽ നിന്ന് അവർ ചോദിക്കുന്നത്. ഫസ്റ്റ് പ്രയോറിറ്റി അതിനായിരിക്കും. ഫസ്റ്റ് പ്രയോറിറ്റി അതായിരിക്കും. ഈ കുട്ടികൾ കുറച്ച് നീന്താനൊക്കെ തുടങ്ങുന്ന സമയത്ത് ഓരോ വസ്തുക്കളെടുത്ത് വായിലേക്ക് ഇടുന്ന ഒരു പ്രവണതയുണ്ട്. അത് ശരിക്കും നോർമൽ ആയിട്ടുള്ളൊരു കാര്യമാണോ, അതോ അവർക്ക് എന്തെങ്കിലും ഡെഫിഷ്യൻസീസ് കൊണ്ട് വരുന്ന ഒരു പ്രശ്നമാണോ അത്? സാധാരണ കുഞ്ഞുങ്ങൾ 7 മാസമാകുമ്പം എന്ത് കിട്ടിയാലും വായിൽ വീഴും. അതിന് ഞങ്ങൾ പറയുന്ന മൗത്തിങ് എന്നാണ്. മൗത്തിങ് നോർമലാണ്. അപ്പം നമ്മൾ അങ്ങനെ ഒരു മൗത്തിങ് ഉള്ളൊരു കുഞ്ഞിന് അതുപോലത്തെ സാധനങ്ങളെ കൈ കൊടുക്കാവുള്ളൂ. ഒരു കളിപ്പാട്ടം കൊടുത്തിട്ട് അതിനകത്ത് പെയിൻ്റ് ഉണ്ടെങ്കിൽ അത് കുഞ്ഞ് വായി വെച്ചാൽ ആ പെയിൻറ്റിൻ്റെ അംശം കുഞ്ഞു പല്ലുണ്ടെങ്കിൽ അകത്ത് പോവാം. പെയിൻ്റ് അകത്ത് കഴിഞ്ഞാൽ ലെഡ് പോയ്സണിങ് ഉണ്ടാവും. ലെഡ് പോയ്സണിങ് പെയിൻറ്റിൽ ഉണ്ട്. ലെഡ് പോയ്സണിങ് വന്നാൽ കിഡ്നി ഡാമേജ് വരും. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. അതുപോലെ എല്ലാ കളിപ്പാട്ടത്തിനും ചില മലിനമായ അഴുക്കായൊക്കെ കാണും. ഈ അഴുക്കെല്ലാം അകത്ത് കഴിഞ്ഞാൽ ചിലപ്പം വയറിളക്കം വരാം, ഛർദി വരാം, വയറ്റ് നോവ് വരാം. പിന്നെ എന്ത് കിട്ടിയാലും ചില കുഞ്ഞുങ്ങൾ ഈ ഭിത്തിയൊക്കെ ചുരണ്ടി അല്ലെങ്കിൽ റബ്ബർ കടിച്ചു കഴിഞ്ഞാൽ പെൻസിലിൻ്റെ അറ്റം കടിക്കുക, പേപ്പർ വായിലിടുക, കടിക്കുക, ഇങ്ങനെയുള്ള അങ്ങനെ അതിന് പൈക്ക എന്ന് പറയുന്നത്. പൈക്ക അങ്ങനെയുള്ള കുഞ്ഞുങ്ങൾക്ക് വിര പോകാനുള്ള മരുന്ന് കൊടുക്കണം. പിന്നെ രക്തക്കുറവ് അനീമിയ ഉണ്ടെങ്കിൽ അത് കറക്റ്റാണ് മരുന്ന് കൊടുക്കണം.
പിന്നെ ഇങ്ങനെയുള്ള കുട്ടികൾക്ക് ചില കൂടുതലും കണ്ടിരിക്കുന്നത് ഒരു ദുശ്ശാഠ്യം, നിർബന്ധ ബുദ്ധിയാണ്. പറഞ്ഞിട്ട് കാര്യം സാധിച്ചില്ലെങ്കിൽ കരഞ്ഞ് നിലത്തുരുണ്ട് കിടന്ന് കരഞ്ഞ്, അല്ലെങ്കിൽ സാധനങ്ങൾ വലിച്ചെറിഞ്ഞ്, ടെമ്പർ ടാൻഡം എന്ന് പറയും, നിർബന്ധം പിടി, അങ്ങനെയുള്ളൊരു ശീലം ഇതായിട്ട് കണക്റ്റഡ് ആയിട്ടുണ്ട്. അപ്പോൾ ഈ കുട്ടികൾ വായിൽ വിരൽ വെക്കുന്ന ഒരു കാര്യമുണ്ട് ഉറങ്ങാൻ നേരം സമയമാകുമ്പം. ചിലർ പറയും വിശക്കുന്നുണ്ടാന്ന് പറയും, ചിലർ പറയും ഉറങ്ങുന്ന സമയത്താണ്. ഇത് ശരിക്കും നോർമൽ ആയിട്ടുള്ളൊരു കാര്യമാണോ? തംസക്കിങ് നോർമലാണ്. നോർമലാണ്. അത് നോർമലായിട്ടില്ല. പിന്നെ പല്ലൊക്കെ വന്നു കഴിഞ്ഞുള്ള തംസക്കിങ് ആണെങ്കിൽ ചിലപ്പോൾ പല്ല് മുൻപോട്ട് സാധ്യതയുണ്ട്. പക്ഷെ എന്നാൽ തന്നെയും ആദ്യം വന്ന പല്ല് പാൽപ്പല്ല, അതിൽ 6 വയസ്സ് 7 വയസ്സാകുമ്പോൾ പോകും. പിന്നെ പെർമനന്റ് ടീത്ത് വേറെ വരും. അത് വലിയൊരു ഇഷ്യൂ അല്ല. നമ്മൾ സാധാരണ ക്യാൻസർ എന്ന് കേൾക്കുമ്പോഴേക്കും അതൊരു ജീവിതശൈലി രോഗമായിട്ടാണ് എല്ലാവരും തന്നെ കാണുന്നത്. അപ്പോൾ ഈ കുട്ടികളിലെ ക്യാൻസർ ഇപ്പം കണ്ടുവരുന്നുണ്ട്. അപ്പോൾ എങ്ങനെയാണ് കുട്ടികളിൽ ഒരു ക്യാൻസർ ഉണ്ടാകാനുള്ള സാധ്യത വരുന്നത്? എങ്ങനെയാണ്? അതിന് ഒത്തിരി ജനറ്റിക് ഫാക്ടേഴ്സ് ഉണ്ട്, പരിസ്ഥിതിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളുണ്ട്. ഈ കെമിക്കൽസ്, ഡൈ, പിന്നെ വളം, ഇൻസെക്ടിസൈഡ്, കീടനാശിനികൾ, DDT, ഇങ്ങനെയുള്ള കുറേ കെമിക്കൽസ് നമ്മുടെ മണ്ണിലും അന്തരീക്ഷത്തിലൊക്കെ ഉണ്ട്. അതൊരു പ്രധാന ഘടകമാണ്. പിന്നെ ജനറ്റിക് ഫാക്ടറും അതിനകത്തുണ്ട്. കുട്ടികളിൽ കൂടുതലായിട്ട് കാണുന്നത് ലുക്കീമിയുണ്ട്, ബ്ലഡ് ക്യാൻസർ. അത് കൂടുതലും പല വെറൈറ്റി ഉണ്ട്. അക്യൂട്ട് ലിംഫാറ്റിക് ലുക്കീമിയാണ് കൂടുതൽ. പിന്നെ ബ്രെയിൻ ട്യൂമർ കാണാറുണ്ട്, ബ്രെയിൻ ട്യൂമർ, ഗ്ലയോമ, കിഡ്നി ട്യൂമർ വരാറുണ്ട്, വിംസ് ട്യൂമർ, നെഫ്രോബ്ലാസ്റ്റോമ, അതാണ് കോമൺ ആയിട്ട്. വിംസ് ട്യൂമർ, നെഫ്രോബ്ലാസ്റ്റോമ, ഇതൊക്കെയാണ് സാധാരണ കാണുന്നത്. ഇങ്ങനെ വളരെ വളരെ ചുരുക്കം. പക്ഷെ ഇപ്പൊ ചോദിച്ചോട്ട് പറയാണ്, ഒരു കുട്ടി എൻ്റെ അടുത്ത് വന്നത് മൂത്രമൊഴിക്കും വേദനയാണെന്ന് പറഞ്ഞാണ് എൻ്റെ അമ്മ കൊണ്ടുവന്നത്. അപ്പം ഞാൻ പരിശോധിച്ച് നോക്കിയിട്ട് കിടത്തിയെല്ലാം നോക്കിക്കഴിഞ്ഞ് യൂറിനറി ഇൻഫെക്ഷൻ വരുമ്പോൾ 4 വയസ്സ് മറ്റുണ്ടായിരുന്നു. അപ്പം ഈ ആൺകുട്ടിയാകുമ്പോൾ ഈ മൂത്രമൊഴിക്കുന്നവരുടെ സ്കിൻ ബാക്കിലേക്ക് വരണം. 2 വയസ്സ് കഴിഞ്ഞാൽ എല്ലാ കുഞ്ഞുങ്ങൾക്കും സ്കിൻ നന്നായിട്ട് ബാക്കിലേക്ക് വരണം. ഫോർ സ്കിൻ എന്ന് പറയുന്നത്. അത് 2 വയസ്സ് വരെ വരികയല്ല, 2 വയസ്സ് കഴിഞ്ഞ് വരണം. അപ്പോൾ വന്നിട്ടില്ലെങ്കിൽ അത് യൂറിനറി ഇൻഫെക്ഷൻ, മൊത്തത്തിൽ പഴുപ്പിന് സാധ്യത കൂട്ടും. അതുകൊണ്ടോ നോക്കാനൊക്കെ കിടത്തിയതാണ്. അപ്പം എൻ്റെ വയറ് ശലം വീർത്തിരിക്കുന്നുണ്ട്. ഇപ്പം ഞാൻ വയറൊക്കെ നോക്കിയപ്പം ലിവറും പ്ലീഹയൊക്കെ ശാലും വീക്കമുണ്ട്. അപ്പോൾ എനിക്ക് തോന്നി മൂത്രത്തിൽ പഴുപ്പല്ലല്ലോ, വേറെ സംഭവമാണല്ലോ. അപ്പോൾ ഞാൻ മൂത്രം പരിശോധിക്കുന്നുണ്ട്, ബ്ലഡും കൂടെ നോക്കാൻ പറഞ്ഞു. അതിൽ അമ്മ എന്നോട് ചോദിച്ചു, ബ്ലഡ് എന്തിനാണ് നോക്കുന്നത്, മൂത്രത്തിൽ പഴുപ്പല്ലേ, ബ്ലഡ് എന്തിനൊക്കെ? അമ്മ പോയി നോക്കിയിട്ടോ എനിക്ക് വേറെ കാര്യം നോക്കാനത്. ഞാൻ മനസ്സിൽ കരുതിയ പോലെ തന്നെ ഒരു ലുക്കീമിയായിരുന്നു. ലുക്കീമിയായിട്ട് അവൻ എൻ്റെ അടുത്ത് പ്രസൻറ്റ് ചെയ്തത് യൂറിനറി ഇൻഫെക്ഷൻ ആയിട്ടാണ്. ലുക്കീമിയ വരുമ്പം ബോഡി റെസിസ്റ്റൻസ് കുറയും, പ്രതിരോധ ശക്തിയൊക്കെ അവതാളത്തിലാവും. അപ്പോൾ അങ്ങനെ വരുമ്പം ലുക്കീമിയക്കാരൻ ന്യൂമോണിയ ആയിട്ടോ, ഛർദിയായിട്ടോ, വയറ്റ് നോവായിട്ടോ, മൊത്തത്തിൽ പഴുപ്പായിട്ടോ പല രീതിയിൽ പ്രസൻറ്റ് ചെയ്യാം. അത് ഇവ മൊത്തത്തിൽ പഴുപ്പായിട്ട് പ്രസൻറ്റ് ചെയ്ത് ലുക്കീമിയ ആയിരുന്നു. അത് RCCയിലൊക്കെ വിട്ട് രക്ഷപ്പെട്ടു. ഇപ്പോഴും ഉണ്ട്, സ്കൂളിൽ പോകുന്നുണ്ട്, കുഴപ്പമില്ല. ഡോക്ടർ, ഇപ്പോഴത്തെ കാലത്ത് കുട്ടികൾക്കെല്ലാം കൂടുതൽ താല്പര്യമുള്ളത് ജങ്ക് ഫുഡിനോടല്ലേ? ഇതിനോടൊരു ഇനീഷ്യൽ ചൈൽഡ്ഹുഡിൽ തന്നെ ഇതിനോടൊരു ക്രേവിങ്സ് തോന്നിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരുടെ ഭാവി അത് വളരെയധികം എഫക്റ്റ് ചെയ്യാൻ ചാൻസ് ഉള്ളതല്ലേ? ആദ്യം ഒറ്റ വാചകം പറയാം, ലോകത്തുള്ള ഒരു ബേക്കറി സാധനം കൊള്ളുകയില്ല. ഒറ്റ സെൻറ്റൻസ്, ലോകത്തുള്ള ഒരു ബേക്കറി സാധനം കൊള്ളുകയില്ല. അതിൻ്റെ കാരണം എല്ലാ ബേക്കറി സാധനത്തിലും കളറുണ്ട്. കളർ ഇസ് എ കെമിക്കൽ. എല്ലാത്തിലും പ്രിസർവേറ്റീവ് ഉണ്ട്, ചീത്തയായിരിക്കാൻ, വേറൊരു കെമിക്കൽ. എല്ലാത്തിലും ഫ്ലേവറിങ് ഉണ്ട്, ടേസ്റ്റ് കൂട്ടാൻ, അത് വേറൊരു കെമിക്കൽ. എല്ലാ ബേക്കറി സാധനവും ഹൈ സോൾട്ട്, ഹൈ ഫാറ്റ്, ഹൈ ഷുഗർ, ഹൈ പ്രിസർവേറ്റീവ്, ഹൈ കളറിങ് ഏജൻറ്റ്സ് ഇതൊക്കെയാണ്. ഈ കളറിങ് ഏജൻറ്റും പ്രിസർവേറ്റീവും ഫ്ലേവറിങ് ഏജൻറ്റൊക്കെ ഈ ഡൈ നമ്മുടെ ശരീരത്തിൽ നിന്ന് പുറത്തു പോകുന്ന യൂറിനിക്കൂടെ പുറത്തു പോകണമെങ്കിൽ കിഡ്നി ബൈപ്പാസ് ചെയ്യും. അപ്പോൾ വർഷങ്ങളോളം കിഡ്നിക്കൂടെ കയറി വരുമ്പം കിഡ്നി ഡാമേജ് ഉണ്ടാവും. അതാണ് ഞാൻ ആദ്യം പറഞ്ഞത്, ലോകത്തുള്ള ഒരു ബേക്കറി സാധനം കൊള്ളുകയില്ല, ഡേഞ്ചറസ്. പിന്നെ വല്ലപ്പോഴൊക്കെ വൺസിനായി വാങ്ങിച്ചു കൊടുക്കാം, അതേ ഉള്ളൂ. നമ്മൾ ഡെയിലി വീട്ടിലൊരു ആഹാരമായിട്ട് ഒരു ബേക്കറി സ്ഥിരമായിട്ട് ബിസ്ക്കറ്റ് കഴിക്കുന്നത്, സ്ഥിരമായിട്ട് ഇങ്ങനെ കഴിക്കും, അങ്ങനെ പിള്ളേരുണ്ട്, അത് കൊള്ളുകയില്ല. വൺസിൻ്റെ വല്ലപ്പോഴൊക്കെ കൊടുക്കാമെന്ന് മാത്രമേ ഉള്ളൂ. ഈ പിള്ളേരുടെ ക്രേവിങ്സ് മാറ്റാനുള്ളൊരു വഴി എന്താണ്? ഇപ്പം എല്ലാവരും ഒന്നാമത്തെ ആ ശീലത്തിലേക്ക് കൊണ്ടുപോകാണ്ടിരിക്കുക. നമ്മുടെ ഒരു ലിവിങ് സ്റ്റാൻഡേർഡ്സ് വെച്ചിട്ട് ആൾക്കാർ മക്കൾ പറയുന്ന എല്ലാം തന്നെ സാധിച്ചു കൊടുക്കുന്ന ഒരു ഇതാണ്. ഇപ്പം അത് വേണമെന്ന് പറഞ്ഞാൽ അതിപ്പോൾ തന്നെ മേടിച്ചു കൊടുക്കുന്നൊരിതാണ്. വീട്ടിൽ ജനിക്കുന്ന മുമ്പ് തന്നെ അഡൽസ് ഇത് കഴിക്കുന്നുണ്ട്, അവരിത് കണ്ടല്ലേ വളരുന്നത്. അവരുടെ ആ ഒരു ക്രേവിങ്സ് പിള്ളേരിലേക്കും പടരാൻ എന്തെങ്കിലും ഇതുണ്ടോ? അത്
അവർ തന്നെ മോഡലായിരിക്കണം. മോഡലായിട്ട് ഇത് കൊള്ളുകയെന്നുള്ള ബോധ്യം അവർക്ക് തോന്നിയിട്ട് അവരുടെ മക്കൾക്ക് വാങ്ങിച്ചു കൊടുക്കാൻ നോക്കണം. ഈ ജങ്ക് ഫുഡ് ഒരുപാട് കഴിക്കുന്നത് ടൈപ്പ് 2 ഡയബറ്റിക്സ് വരാനുള്ള ചാൻസ് കുട്ടികളിൽ നേരത്തെ വരാനുള്ള ചാൻസ് ഉണ്ടോ? ഉണ്ട്. ഇത് ഹൈ കലോറി അല്ലേ, ഹൈ കലോറി, ഹൈ ഫാറ്റ്, ഹൈ സോൾട്ട് അല്ലേ. അപ്പോൾ എക്സസ് കലോറി അല്ലേ. എക്സസ് കലോറി ബോഡി ചെന്ന് കഴിഞ്ഞാൽ അത് കത്തിച്ച് കളഞ്ഞില്ലെങ്കിൽ സ്റ്റോർ ചെയ്യുമ്പോൾ ഒബീസിറ്റി ആയി, മെറ്റബോളിക് സിൻഡ്രോമായി, ഹാർട്ട് ഡിസീസ്, ഡയബറ്റീസ്, കൊളസ്ട്രോൾ അതിലേക്ക് പോകും, ടൈപ്പ് 2 ഡയബറ്റീസിലേക്ക് പോകും. ഈ കുട്ടികളിൽ ഉണ്ടാകുന്ന ടൈപ്പ് 2 ഡയബറ്റിക്സ് നമുക്കത് റിവേഴ്സിബിൾ ആയിട്ട് മാറ്റാൻ പറ്റുമോ? ടൈപ്പ് 2 ഡയബറ്റീസിൻ്റെ ഇപ്പോൾ ലേറ്റസ്റ്റ് പറയുന്നത്, അത് എൻ്റെ ഫീൽഡല്ല എന്നാലും ഞാൻ പറയാം, ടൈപ്പ് 2 ഡയബറ്റീസ് ഇപ്പം മെഡിസിൻ കഴിച്ച് കൺട്രോൾ ആക്കുകയല്ല, കംപ്ലീറ്റ് അങ്ങ് ഇല്ലാണ്ടാക്കുക. 3 കാര്യമേ ഉള്ളൂ. ഒന്ന്, ആദ്യം വരുന്ന മെഡിസിൻ കറക്റ്റായിട്ട് കഴിക്കുക. 2, എക്സസൈസ് ചെയ്യുക. ഇതിലൊക്കെ ഉപരി ഡയറ്റ് കൺട്രോളിൽ കാർബോഹൈഡ്രേറ്റ് കുറയ്ക്കുക. കാർബോഹൈഡ്രേറ്റാണ് വില്ലൻ. അരിയാഹാരം തീരെ കുറച്ചേക്കുക. അരിയാഹാരം, പഞ്ചസാര, ബേക്കറി കംപ്ലീറ്റ് അങ്ങ്, ബേക്കറിയും പഞ്ചസാരയും കംപ്ലീറ്റ് ഒഴിവാക്കുക. അരിയാഹാരം തീരെ കുറയ്ക്കുക. പച്ചക്കറി കൂടുതൽ കഴിക്കുക. അപ്പം ഞാനൊരു എക്സാമ്പിളായിട്ട് പറയാം. രാവിലെ 3 ദോശ, ഡയബറ്റീസ് ഉള്ള ഒരാൾ 3 ദോശ കഴിച്ചിരിക്കുകയായിരുന്നെങ്കിൽ ആ ആൾ 1 ദോശയിലേക്ക് വരണം. 1 ദോശ കഴിക്കുമ്പോൾ വിശക്കും. അപ്പോൾ ആ വിശപ്പ് മാറ്റാൻ വേണ്ടി കടലക്കറി കൂട്ടി കഴിക്കുക. കടലശലം കൂടുതൽ കഴിച്ചാൽ ഷുഗർ കൂടുതലാണ്, പ്രോട്ടീൻ അത് കൂടുതൽ. അല്ലെങ്കിൽ അപ്പം ആണെങ്കിൽ ഒരപ്പം കഴിച്ചിട്ട് മുട്ടക്കറി കഴിക്കുക. മുട്ടക്കറി കഴിക്കുമ്പം മുട്ട വൈറ്റ് കഴിച്ചാൽ മതി. കൊളസ്ട്രോളൊക്കെ ഉണ്ടെങ്കിൽ ആഴ്ച രണ്ട് ഫുൾ മുട്ടയൊക്കെ ആഴ്ച കഴിക്കാം. ഡെയിലി ഫുൾ മുട്ട കഴിക്കാതിരുന്നാൽ മതി. ഓരോപ്പവും മുട്ടക്കറിയും കഴിക്കുക. അല്ലെങ്കിൽ ഒരു ദോശയും കടലക്കറിയും കഴിക്കുക. പുട്ടാണെങ്കിൽ ഇത്രയും കഴിക്കുക. ഇത്രയും കഴിച്ചിട്ട് പുട്ടും പഴവും കഴിക്കരുത്. പുട്ടും പഴവും കഴിച്ചാൽ ഷുഗർ കൂടും. രണ്ടും കാർബോഹൈഡ്രേറ്റാ. പുട്ടും ചെറുപയർ ഒഴിക്കുന്നത്, പുട്ടും കടലക്കറി പ്രോട്ടീൻ ആകുക. അപ്പോൾ പ്രോട്ടീൻ ആകുമ്പോൾ ഇതിനകത്ത് ഫൈബർ ഉള്ളപ്പോൾ ഈ കാർബോഹൈഡ്രേറ്റ് അബ്സോർപ്ഷൻ കുറച്ച് സ്ലോ ആവും. വിശപ്പും അറിയില്ല, ഒരു ഫുൾനെസ് വന്നു. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് അഡ്ജസ്റ്റ് ചെയ്യാം. ഉച്ചയ്ക്ക് ചോറ് തീരെ കുറച്ച്. ചോറ് വിളമ്പുന്ന സ്ഥലത്ത് കറി വിളമ്പണം. ചോറ് വിളമ്പുന്നിടത്ത് കറി കൂട്ടി ചോറുണ്ണല്ല, ചോറ് കൂട്ടി കറി കഴിക്കുക. കറിയാണ് മെയിൻ മെനു. അപ്പോൾ ചോറ് വിളമ്പുന്നിടത്ത് അവിയൽ വിളമ്പുക, മത്തങ്ങ അരിശ്ശേരി, വാഴച്ചുണ്ട് തോരൻ, ബീൻസ്, അച്ചിങ്ങ തോരൻ, അതിലേക്ക് ഒരു തവി ചോറ് പതറിയിടുക, എന്നിട്ട് കഴിക്കുക. കഴിക്കുമ്പോൾ നമുക്ക് ചോറിൻ്റെ ഒരു ടേസ്റ്റ് വായി കിട്ടും. ചോറ് കഴിക്കുന്ന പോലെ തന്നെ തോന്നും. വയറ് ഫുള്ളാവും. ഷുഗർ അധികം കൂടുതലാണ്. ഈ എണ്ണം പച്ചക്കറിയിലകത്ത് പോയിരിക്കുന്നത്. ഇതിനകത്ത് നല്ലപോലെ ഫൈബറുണ്ട്. ഫൈബറുള്ളപ്പം കോൺസ്റ്റിപ്പേഷൻ ഇല്ല. വൻകുടൽ ക്യാൻസറിൻ്റെ തടയും. ഒത്തിരി ഗുണങ്ങളുണ്ട്. പിന്നെ ഈ ഷുഗർ നോർമലായി കഴിഞ്ഞാൽ ഒരു വെൽബീയിങ് ആവും. ആ പൊണ്ണത്തിന് ഞാൻ കുടവയറെല്ലാം മാറും. ഡോക്ടർ, ഈ ഉണ്ടായ കുട്ടികൾക്ക് ഹാർട്ട് ഡിസീസ് ഉണ്ടോ എന്ന് നമ്മൾ ശരിക്കും ചെക്ക് ചെയ്യുന്നതാണോ? ഉണ്ടായൊരു കുട്ടിക്ക് ആദ്യത്തെ ഒരു സ്റ്റേജിൽ ഹാർട്ട് ഡിസീസുകൾ ഉണ്ടോ എന്ന് നമ്മൾ സ്ക്രീൻ ചെയ്യാറുണ്ടോ? ജനിച്ച് വീണ ആ ഗോൾഡൻ മിനിറ്റ് നമ്മുടെ ബേബിയെ കയ്യിൽ കെട്ടിക്കഴിഞ്ഞാൽ അപ്പം തന്നെ നമ്മൾ ഹാർട്ട് നോക്കും. ടെലസ്കോപ്പ് വെച്ച് ഹാർട്ട് സൗണ്ട്സ് നോക്കും. പക്ഷേ ജനിച്ച ഉടനെ ഹാർട്ട് ഡിസീസ് ഉള്ള കുട്ടിയാണെങ്കിൽ തന്നെ നമുക്ക് ഡിറ്റക്ട് ചെയ്യാൻ പറ്റില്ല. ആണ് ഫാസ്റ്റ് ബ്രീത്തിങ്ങും അതൊക്കെ ആകുമ്പോൾ ആ ഹാർട്ട് സൗണ്ട്സ് കറക്റ്റായിട്ട് കിട്ടി ആ ഹൃദയത്തിൽ ദ്വാരമുള്ളതോ അല്ലെങ്കിൽ വാൽവിന് തകരാറോ ഇതൊന്നും നമുക്ക് അപ്പം ഡിറ്റക്ട് ചെയ്യാൻ പറ്റില്ല. ഇത് ഇടയ്ക്ക് വരെ എന്തെങ്കിലും അസുഖം ഉണ്ടെങ്കിൽ വരുമ്പം കൊണ്ടുമ്പോൾ നമ്മൾ ഡീറ്റെയിൽഡ് നോക്കും. അത് അവരറിയുന്നില്ല. അവർ പനിയായിട്ട് വന്നാലും നമ്മൾ അപ്പോൾ ഹാർട്ട് ഡിസീസ് ഉണ്ടോ എന്ന് അപ്പോൾ നോക്കും. പ്രധാനമായിട്ടും നോക്കുന്ന ആദ്യത്തെ വാക്സിനേഷൻ വരുമ്പോഴാണ്. ആദ്യം പറഞ്ഞ പോലെ 6 ആഴ്ച 1.5 മാസത്തിൽ ഫസ്റ്റ് വാക്സിനേഷൻ നമ്മൾ ഫസ്റ്റ് വാക്സിനേഷൻ വരുമ്പോൾ നമ്മൾ പെർട്ടിക്കുലസ് ആയിട്ട് ഹാർട്ട് സൗണ്ട്സ്, ഫസ്റ്റ് സൗണ്ട്, സെക്കൻഡ് സൗണ്ട്, മർമറുണ്ടോ, അങ്ങനെ വാൽവിന് തകരാറുണ്ടോ, ഹോളുണ്ടോ, ഭിത്തിയിൽ ഹോളുണ്ടോ, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഒരു ചെറിയ ഡൗട്ട് വന്നിട്ടുണ്ട് എക്കോ എടുക്കും. എക്കോ എടുത്ത് കൺഫേം ചെയ്യും. ചോദിക്കാൻ കാരണം വെച്ചാൽ ഇപ്പം നമ്മൾ കുറെ നാളായിട്ട് കാണുന്നുണ്ട് പെട്ടെന്ന് കുഴഞ്ഞു വീണ് മരിക്കുന്ന ഒരു കാര്യം കാണുന്നുണ്ട്. ഈ എക്കോ എടുത്തപ്പം ഞാൻ വെൽഫാസ്റ്റ് ഹോസ്പിറ്റലിൽ ഇരുന്നു ഒരു ഫസ്റ്റ് വാക്സിനേഷൻ വന്നപ്പം ഇങ്ങനെ സൗണ്ട് വ്യത്യാസം ഡിറ്റക്ട് ചെയ്തു. എക്കോ എടുപ്പിച്ചു. എക്കോ എടുത്തപ്പം രക്തക്കൊള്ളി തിരിഞ്ഞാണ് വന്നിരിക്കുന്നത്. ശുദ്ധരക്തം വരേണ്ട സ്ഥലത്തേക്ക് അശുദ്ധരക്തം വരുന്ന രക്തക്കൊള്ളും, അശുദ്ധരക്തം വരേണ്ട ശുദ്ധരക്തം വരേണ്ട തിരിഞ്ഞ് പണഞ്ഞായിരിക്കുന്നത്. അത് എമർജൻസി സർജറി വേണം. എമർജൻസി സർജറി. എത്ര വയസ്സുള്ള കുട്ടിയായിരുന്നത്? അത് 1.5 മാസം. അപ്പം തന്നെ റെഫർ ചെയ്ത് അവിടെ പോയി എമർജൻസി അപ്പം കുട്ടിയൊന്ന് അന്ന് തന്നെ സർജറി ചെയ്തു. ഓപ്പൺ ഹാർട്ട് സർജറി. അങ്ങനെ ചെയ്തു. അപ്പം അങ്ങനെ നമ്മളത് നോക്കും. അത് ഹാർട്ട് സൗണ്ട് ഡിസീസ് മിക്കവാറും ഇങ്ങനെ 1.5 മാസത്തിലൊക്കെ കണ്ടുപിടിക്കാൻ പറ്റുന്നത്. ഡോക്ടർമാർ ചിലത് ജനിക്കുമ്പോഴേ ബ്ലൂ കളർ, ചുടിയൊക്കെ നീല കളർ അങ്ങനെയൊക്കെ വരുന്ന കുഞ്ഞുങ്ങൾക്ക് നമുക്ക്
ജന്മന തന്നെയുള്ള ഹാർട്ടിന് അസുഖം പെട്ടെന്ന് ഡിറ്റക്ട് ചെയ്യാൻ പറ്റുന്നതുമുണ്ട്. ഈ വാക്സിനേഷൻ ടൈമിലായിരിക്കും ഡോക്ടർമാർ ഒരു റുട്ടീൻ എന്ന രീതിയിൽ ഇതെല്ലാം ചെക്ക് ചെയ്യും. അപ്പോൾ ഇങ്ങനെ ചെക്ക് ചെയ്യാൻ മിസ് ചെയ്യുന്ന ആളുകളാണ് ഈ ഭാവിയിൽ ഈ കുഴഞ്ഞു വീഴുന്ന കാര്യങ്ങൾ നമ്മൾ കാണാറുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്ലോക്ക് കൊണ്ടാകാതെ വലിയ ആൾക്കാരോ? വലിയ ആൾക്കാർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നമുക്കറിയാം അത് കുഴഞ്ഞു വീഴുന്നത് ബ്ലോക്ക് കൊണ്ടല്ല, ജനറ്റിക്കലി അവർക്ക് ഒരു പ്രശ്നം ഉണ്ടായിരുന്നു, പക്ഷെ അത് അറിഞ്ഞില്ല എന്നൊരവസ്ഥ വന്നുകൊണ്ടാണോ? അല്ല, കുഴഞ്ഞു വീണ് മരിക്കുന്നത് നമ്മൾ പേപ്പറിൽ വായിക്കുന്നത് ഷുഗർ, പ്രഷർ, കൊളസ്ട്രോൾ, നിശബ്ദ കൊലയാളിയാണ്. നമ്മുടെ ഈ റോഡിൽ കൂടെ നടക്കുന്ന 50 വയസ്സിന് മുകളിൽ പ്രായമുള്ള 30% ആൾക്കാർക്ക് പ്രശ്നമുണ്ട്. അവരറിയുന്നില്ല, അവർക്കൊരു കുഴപ്പമില്ലെന്ന് വിചാരിച്ച് നടക്കാം. ഇങ്ങനെ അൺകൺട്രോൾഡ് പ്രഷറും ഷുഗറുള്ളവരുണ്ട്, അവരറിയുന്നില്ല. ഇവരാണ് കുഴഞ്ഞു വീണത്. അവർക്ക് ഈ ഷുഗറും പ്രഷറും കൊളസ്ട്രോളും ഉള്ളവർക്ക് ഒരു ബ്ലോക്ക് വരാൻ ചാൻസ് കൂടുതലാണ്. ഈ ബ്ലോക്ക് വന്നു കഴിഞ്ഞാൽ കുഴഞ്ഞു വീഴും. അതായത് ഷുഗറും പ്രഷറും കൊളസ്ട്രോളാണ് നിശബ്ദ കൊലയാളി. എപ്പോഴെങ്കിലും മറിച്ചിടും. 15 വയസ്സുള്ള 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന കൊച്ചിന് ഹാർട്ട് അറ്റാക്ക് ഞാൻ എൻ്റെ റൂമിൽ കണ്ട. എൻ്റെ വീട്ടിലെ കൺസൾട്ടൻ്റ് റൂമിൽ 15 വയസ്സ് ഹാർട്ട് അറ്റാക്ക്. 15 വയസ്സ് അവൻ അമ്മയായിട്ട് വന്ന് നെഞ്ചുവേദന എന്ന് പറഞ്ഞാൽ 15 വയസ്സ് നെഞ്ചുവേദന എന്ന് പറഞ്ഞാൽ നമ്മൾ വലിയ കാര്യമായിട്ട് എടുക്കാറില്ല. കൂട്ടുകാർ വല്ല മൽപ്പിടുത്തം പിടിച്ച് വേദനയോ മസിൽ പെയിൻ എന്നൊക്കെ വിചാരിക്കുള്ളൂ. പക്ഷെ ഞാൻ നോക്കിയപ്പോൾ സംഭവം ഇത് വേറെയാണ്. അറ്റാക്കാ. എനിക്ക് അവനോട് പറയാൻ പറ്റില്ല. ഞാൻ പറഞ്ഞു, മോനെ പുറത്തിരുന്നപ്പോൾ ഞാൻ അമ്മയെ വിളിച്ചു പറഞ്ഞു ഹാർട്ട് അറ്റാക്കാണ്, നേരെ മെഡിക്കലിൽ പൊക്കണം പറഞ്ഞു. ബ്ലോക്ക് കൊണ്ടുവന്നാണോ അതോ? അത് കഴിഞ്ഞിട്ട് അത് ട്രീറ്റ് ചെയ്ത് അതവൻ ICUയിൽ അഡ്മിറ്റാക്കി. അത് കഴിഞ്ഞ് വാർഡിലേക്ക് മാറ്റി. ഇവൻ ചെയിൻ സ്മോക്കറാണ്. 15 വയസ്സുള്ള കുട്ടി. അത് കഴിഞ്ഞ് ഫോളോ അപ്പിന് വന്നു കഴിഞ്ഞാൽ ഡോക്ടർ പറഞ്ഞു വിട്ടു, നിങ്ങളെ അങ്ങോട്ട് പറഞ്ഞു വിട്ട ഡോക്ടറെ അടുത്തൊക്കെ ഇടയ്ക്ക് ഒന്ന് ഇത് കാണിക്കാൻ പറഞ്ഞു. അങ്ങനെ വന്നപ്പോൾ അന്നേരം എൻ്റെ അമ്മ പറയുന്നത് ഭയങ്കര പോലിയാണ്. ഇവന് സ്കൂളിൽ നിന്ന് ഇൻ്റർവൽ സമയത്ത് മൂത്രമൊഴിക്കാൻ പോകുമ്പം മൂത്രമൊഴിക്കാൻ അല്ല പോകുന്നത്, അവിടെ പോയി പോലിക്കുക. ഇത് വലിച്ചു കളഞ്ഞിട്ടാണ് ക്ലാസ്സിൽ പോകുന്നത്. സ്കൂൾ വിട്ട് കഴിഞ്ഞാൽ മെയിൻ റോഡിൽ കൂടെ വന്ന് നടക്കുകയില്ല, ഇട റോഡിൽ കൂടെ നടന്ന് പോലിച്ച് വിട്ടു. അങ്ങനെ ഭയങ്കര പോലിയാണ്. ഇതിന്റെ ഭാഗമായിട്ടാണ് ബ്ലോക്ക്. അതായത് ഈ കുഴഞ്ഞു വീണ് മരിക്കുന്നതിനൊക്കെ ഒരു കാരണം ഉണ്ടാവും. മിക്കവാറും ഈ ഷുഗർ പ്രഷറൊക്കെ ആവും. ഡോക്ടർ, ഇനി ഞങ്ങൾ കുറച്ച് വീഡിയോസ് കാണിക്കണം. ഡോക്ടർ ഇത് കണ്ടിട്ടുള്ള ഡോക്ടറുടെ ഒരു അഭിപ്രായം എന്ന് പറയണം. Bien abajo, abre la boca. 1, 2, 3. Ya, espera, ven. Bien, al otro lado. Mira los locos que salieron, Navi. Oh, wow. ഇതിൻ്റെ ഉദ്ദേശശുദ്ധി കൊള്ളാം, പക്ഷെ ചിലപ്പോൾ അപകടത്തിലേക്ക് പോകാം. ഈ പമ്പ് ചെയ്ത് വെള്ളം അടിക്കുമ്പം നേരെ അകത്ത് പോയിട്ട് തിരിച്ച് മറ്റേ സൈഡിൽ കൂടെയും വരുന്നുണ്ട്. പക്ഷേ ഒരുപക്ഷെ ആകസ്മികമായിട്ട് ട്രക്കിയായി കയറി ശ്വാസക്കൊള്ളിൽ കയറി ലങ്സിലേക്ക് പോകാം. അതിനിടയ്ക്ക് വെച്ച് ചുമയ്ക്കുവോ ഒരു വിഗ്രസ് മൂവ്മെന്റ് വരുമോ എന്തെങ്കിലും ചെയ്താൽ അങ്ങനെ ഒരു സാധ്യതയുണ്ട്. ഉണ്ട്. അപ്പോൾ ഇത് അമ്മമാർ തന്നെ ചെയ്യുന്നത് അത്ര സുഖമല്ല. അല്ല. ഇത് ഈ മെത്തേഡിന്റെ പേര് അറിയോ? ഇത് ENT ചെയ്യുന്ന ENTയിൽ അഡൽട്സ് പേഷ്യൻസ് ചെയ്യുന്ന. അടുത്ത വീഡിയോ ആണെങ്കിൽ പക്ഷേ You're my honey bun, sugar plum, pumpy umby umpkin. You're my sweetie pie. നമ്മളിവിടെ രാവിലെ സാധാരണ ഡെലിവറി കഴിഞ്ഞ് 2ാം ദിവസം കുഞ്ഞുങ്ങളെ കുളിപ്പിക്കും, വെറുതെ ഇളം ചൂടുള്ളത്തിൽ. അതിനുശേഷം നമ്മുടെ മലയാളികളുടെ തനി നാടൻ വെളിച്ചെണ്ണ തലം തേച്ച് തലയിലും തേച്ച് വലിയ തണുപ്പ് കാലാവസ്ഥ അല്ലെങ്കിൽ ഒരു അരമണിക്കൂർ ആ നാടൻ വെളിച്ചെണ്ണ തേച്ച് കിടക്കട്ടെ. ഈ സോഫ്റ്റ് സ്കിന്നിൽ കൂടി അബ്സോർവ് ചെയ്യും. സ്കിന്നൊക്കെ നല്ല സ്മൂത്താവും, വലിയ തൂക്കുരോഗങ്ങളൊന്നും വരില്ല. എന്നിട്ട് മൈൽഡ് സോപ്പ്, അതായത് സോപ്പിന് pH ഉണ്ട്. നമ്മുടെ ബോഡി pH ഉണ്ട്. pH എന്ന് പറഞ്ഞാൽ അസിഡിക് ആൽക്കലി. നമ്മുടെ ബോഡി pH 5.5. ന്യൂബോണിൻ്റെയും പ്രായമുള്ളവരെല്ലാം സ്കിൻ pH 5.5. ഈ 5.5 pH ഉള്ള സോപ്പുണ്ട്, മാർക്കറ്റിലുണ്ട്. ആ സോപ്പിട്ട് കുളിപ്പിക്കുന്നതാണ് ഏറ്റവും ബെസ്റ്റ്. അത് വെളിച്ചെണ്ണ തേച്ച് അരമണിക്കൂർ കഴിഞ്ഞിട്ട് കുളിപ്പിക്കുമ്പം ഈ സ്കിൻ ഫോൾഡൊക്കെ തിരുമ്മി നേരെയാക്കണം. ഈ തുടയിലൊക്കെ ഒരു സ്കിൻ ഫോൾഡുകളുണ്ട്, ഇവിടെയൊക്കെ അത് തിരുമ്മി വയ്ക്കും. തല ഇങ്ങനെ ഉരുട്ടി ആ ഷേപ്പ് വരാണ്ട്. ഇത് ബോൺ നല്ല ഉറച്ചിട്ടില്ല ജനിച്ച ഉടനെ, പിങ് പോങ്ങ ഇങ്ങനെ നിൽക്കാതെ നിൽക്കുന്ന പോലെ ഉരുട്ടി ആ ഷേപ്പ് കുളിപ്പിക്കാം. മുഖമൊക്കെ ഇങ്ങനെ മൂക്കിങ്ങനെ ഫ്രണ്ടിലേക്ക് മസാജ് ചെയ്ത്
അങ്ങനെ കുളിപ്പിക്കാം. ഈ വിഗ്രസ് ആയിട്ട് ഇങ്ങനെ ചെയ്യേണ്ട കാര്യങ്ങളുണ്ട്? വിഗ്രസ് ആയിട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. ഇല്ല, കാല് പിടിച്ച് വലിക്കുക അങ്ങനെ ഇല്ല, വിഗ്രസ് ആയിട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. സോഫ്റ്റ് ആയിട്ട് കുഞ്ഞിനോട് എന്തെങ്കിലും സംസാരിച്ചൊക്കെ ചെയ്യും. അത് വിഗ്രസ് ആ വലിച്ചു തീട്ടി ആ മാസേജ് ചെയ്ത് ആ ഫോൾഡെല്ലാം നിവരണം. കുഞ്ഞ് യൂട്രസിനകത്ത് സ്ഥലമില്ലാത്തതുകൊണ്ട് കുഞ്ഞെല്ലാ ജോയിൻസും മടക്കി അങ്ങനെ കിടക്കുന്നത്. അപ്പോൾ പുറത്ത് വന്നാൽ ഈ ജോയിൻസ് ഒക്കെ ഒന്ന് നിവർന്ന് കിട്ടാൻ പാടാണ്, എപ്പോഴും മടങ്ങിയിരിക്കുള്ളൂ. അപ്പോൾ ആ ജോയിൻസ് ഒക്കെ ഫ്ലെക്സിബിൾ ആകാൻ വേണ്ടി തിരുമ്മി തേച്ച് കുളിപ്പിക്കാം. ഇപ്പോഴത്തെ കാലത്ത് കുളിപ്പിക്കാൻ ആൾക്കാരെ പ്രത്യേകം വെക്കും. എന്നിട്ട് ഇതുപോലെ ഭയങ്കര വിഗ്രസ് ആയിട്ട് പിള്ളേരെ ഇങ്ങനെ ചെയ്യുമ്പോഴേക്കിനെ അവർക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാകാൻ ചാൻസ് ഉണ്ടോ? ഉണ്ട്. അങ്ങനെ വിഗ്രസ് ആയിട്ട് തേച്ച് കുളിപ്പിക്കേണ്ട ആവശ്യമില്ല. സോഫ്റ്റ് ആയിട്ട് സ്ട്രെച്ച് ചെയ്ത് കുളിപ്പിച്ചാൽ മതി. പിന്നെ ഇപ്പോൾ ചോദിച്ച വേറൊരു കാര്യം കൂടെ പറയാം. ഈ പ്രസവ സമയത്ത് അമ്മയുടെ സെക്സ് ഹോർമോൺസ് ഈസ്ട്രജൻ പ്രോസ്റ്റോൺ പൊക്കിൾക്കൊടിയുടെ കുറച്ച് കുഞ്ഞിൻ്റെ ശരീരത്തിൽ വരും. അപ്പോൾ അങ്ങനെ വരുമ്പം ആ സെക്സ് ഹോർമോൺസ് ഉള്ളതുകൊണ്ട് ഈ ന്യൂ ബോൺ ബേബി ജനിച്ച ഉള്ളതുകൊണ്ട് കുഞ്ഞിൻ്റെ ബ്രസ്റ്റ് സ്വല്പ സൈസ് കാണും. ഈ കുളിപ്പിക്കാൻ വരുന്നവർ അത് പിടിച്ച് നെക്കി ഉടച്ച് കളയാന്നൊക്കെയാണ് പറയുന്നത്. ഭയങ്കര പെയിൻഫുള്ളാണ്, ഒരിക്കലും ചെയ്യാൻ പാടില്ല. ആ അമ്മയിൽ നിന്ന് ഇങ്ങോട്ട് പാസ് ചെയ്ത ആ സെക്സ് ഹോർമോൺസ് അത് കുറേ കഴിയുമ്പോൾ 1 മാസമൊക്കെ ആകുമ്പോൾ അതങ്ങ് വെയിൻ ഓഫ് ചെയ്ത് കുറയും. അത് കുറയുമ്പോൾ നോർമൽ സൈസ് ആവും. ആ ഹോർമോൺസ് ഇങ്ങനെ വന്നുകൊണ്ട് അത് അത് അഡ്വൈസബിൾ ആയിട്ടുള്ള പ്രോത്സാഹിപ്പിക്കുന്ന ഒരു പ്രവൃത്തി അല്ല. ആവശ്യമില്ല. ഓക്കെ. ഡോക്ടർക്ക് നീണ്ട 41 വർഷത്തെ സർവീസ് ഉണ്ട്. ഈ 41 വർഷം സർവീസിൻ്റെ ഇടയ്ക്ക് മറക്കാനാവാത്ത ഒരു അനുഭവം ഉണ്ടായ ഒരു കേസുണ്ടോ? മറക്കാനാവാത്ത ഒന്നല്ല, നിരവധി കേസുകളുണ്ട്. അതിൽ ഏറ്റവും നമ്മുടെ മനസ്സിൽ നമ്മളിപ്പോൾ നമ്മുടെ ഈ ലൈഫിൽ ഇത്രയും നാൾ ജോലി ചെയ്തതിലായിട്ട് നോക്കുമ്പോഴേക്കും നമ്മൾ ആസ് എ ഡോക്ടർ നമുക്ക് ഭയങ്കര പ്രൗഡായ ഒരു മൊമെൻറ്റ്, വളരെ സങ്കടകരമായ ഒരു കാര്യം പറയാം. ഈ എൻ്റെ കരിയറിനുള്ളിൽ വളരെ സങ്കടമുണ്ടായ കാര്യം. കറുകച്ചാലിലുള്ള ഒരു 4 വയസ്സ്, അതിന് രാത്രി ഛർദ്ദിച്ചു. രാത്രി 3 മണിക്ക് ഛർദ്ദിച്ചു. അപ്പോൾ അമ്മ ചെറിയ ചൂടുണ്ട്, അമ്മ പാരസെറ്റമോൾ കൊടുത്തു. രാവിലെ ആയപ്പം കുഴപ്പമില്ല. അടുത്ത ദിവസം രാത്രി 3 മുതലായപ്പോൾ ഇതുപോലെ തലവേദന എടുക്കുന്ന അമ്മയെന്ന് പറഞ്ഞ്, അന്ന് ഛർദ്ദിയില്ല, തലവേദന എടുക്കുന്ന അമ്മയെന്ന് പറഞ്ഞ് എടുത്ത് കരഞ്ഞു ഉറക്കത്തിൽ. നേരത്തെ ഇരുന്ന പാരസെറ്റമോൾ അമ്മ കൊടുത്തു. അപ്പോൾ ആ ബുദ്ധിയുള്ള അമ്മ 2 ദിവസം രാത്രി തലവേദന വന്നപ്പോൾ 3-ാം ദിവസം എൻ്റെ അടുത്ത് കൊണ്ടു. അതൊരു വിഷുവിൻ്റെ തലേദിവസമായിരുന്നു. അപ്പോൾ ഞാൻ പരിശോധിച്ച് നോക്കിയിട്ട് പറഞ്ഞു MRI ബ്രെയിൻ എടുക്കണം. അപ്പോൾ ഇവർ കുഞ്ഞിൻ്റെ അച്ഛൻ ഓട്ടോ ഡ്രൈവറാണ്, അപ്പൂപ്പൻ ഓട്ടോ ഡ്രൈവർ, ഇവരെല്ലാം കൂടെ കുടുംബം അടച്ചാണ് എൻ്റെ വന്ന് കാണുന്നത്. അപ്പോൾ എൻ്റെ അച്ഛൻ ചോദിച്ചു, നാളെ വിഷു അല്ലേ, വിഷു കഴിഞ്ഞിട്ട് പോരെ? ഞാൻ പറഞ്ഞു വിഷു ഇല്ല, എനിക്ക് വിഷു ഇല്ല, നിങ്ങൾക്കും വിഷു ഇല്ല. എൻ്റെ മനസ്സിൽ ഈ കേസിൻ്റെ സീരിയസ്നെസ്സാണ്. 2 പേർക്കും വിഷു ഇല്ല. 5 മണിക്ക് എന്നെ കൊണ്ട് കാണിക്കും. നിങ്ങൾ വരുമെന്ന് ഉറപ്പാണെങ്കിൽ ഞാൻ ഗേറ്റ് പൂട്ടായിട്ടേക്കാം, വന്നിട്ട് പൂട്ടുള്ളൂ. രാത്രി 10 മണിയായപ്പം ഇല്ലാത്ത പൈസ ഉണ്ടാക്കി MRI ബ്രെയിൻ എടുത്തുകൊണ്ട് വന്നു. ഞാൻ സംശയിച്ചത് ബ്രെയിൻ ട്യൂമറാണ്. 10 മണിക്ക് ഞാൻ ഗേറ്റ് കൂട്ടിയിട്ടില്ലായിരുന്നു. ഒന്ന് തലയുടെ ബാക്കിലൂടെ ഒരു മാങ്ങ വലുപ്പത്തിൽ ബ്രെയിൻ ട്യൂമർ. എൻ്റെ കണക്കൂട്ടിൽ കറക്റ്റായിരുന്നു. അപ്പം ഈ ബ്രെയിൻ ട്യൂമർ ഉള്ളതുകൊണ്ടാണ് ആ കുഞ്ഞ് തലവേദന എടുത്ത് ഛർദ്ദിച്ചത്. 2 ദിവസത്തെ ഹിസ്റ്ററി ഉള്ളൂ, 2 ദിവസത്തെ അസുഖമുള്ള ആ കുഞ്ഞിന്, ദീർഘകാലമുള്ള അസുഖമൊന്നുമല്ല. അപ്പോൾ ഞാൻ ഈ ബ്രെയിൻ ട്യൂമർ കണ്ടെങ്കിൽ പിന്നെ എനിക്കൊന്നും ചെയ്യാനില്ല. പിന്നെ അവർ നേരം വെളുത്ത രാത്രി 10 മണി, നേരം വെളുത്ത വിഷുവാണ്. വിഷു ഇല്ലെന്ന്, നിങ്ങൾക്ക് വിഷുവില്ല, എനിക്കും വിഷുവില്ല. എനിക്ക് കുഞ്ഞിൻ്റെ കാര്യം മനസ്സിലായി. ഞാൻ ലെറ്റർ എഴുതി എൻ്റെ രാത്രി വണ്ടിക്ക് തിരുവനന്തപുരം പോയിക്കൊള്ളാൻ പറഞ്ഞു. അപ്പം അതിനകത്ത് ഞാനത് ഒട്ടിച്ചില്ല. ഞാൻ ഒട്ടിച്ച് കഴിഞ്ഞാൽ ആരും തുറന്നു നോക്കില്ല, ഒട്ടിക്കാതെ ഇട്ടിട്ട് കവർ കയറ്റിയിട്ടു. അപ്പം രാത്രി വണ്ടി അവിടെ ചെന്ന് വെള്ളക്കോട്ടിട്ട് ആരെങ്കിലും കാണിക്കാൻ പറഞ്ഞു. കാണുന്ന തുറന്ന് വായിക്കണം, അതിനാണ് ഞാൻ ഒട്ടിക്കാറുണ്ട്. പിന്നെ ഈ ഇവിടെ ട്യൂമർ ഉള്ളപ്പം ഈ യാത്രയിൽ ഒരു ജർക്കി മൂവ്മെൻറ്റ് വന്നു കഴിഞ്ഞാൽ ഈ ട്യൂമർ താഴോട്ടൊന്ന് തിരിഞ്ഞു കഴിഞ്ഞാൽ സഡൻ ഡെത്താണ്. ഇതൊക്കെയാണ് എൻ്റെ മനസ്സിൽ. അത് ഞാൻ വിഷുവില്ലെന്ന് പറയാം. ഇവിടെ താഴെയാണ് ബ്രെയിൻ സ്റ്റം, ഈ മെഡുല ഒബ്ലാങ്കട്ട് എന്ന് കേട്ടില്ലേ, ഇവിടെ ബ്രെയിൻ സ്റ്റം, ഇവിടെ നമ്മുടെ റെസ്പിറേഷൻ, ശ്വാസം
ഹാർട്ട് റേറ്റ് ഒക്കെ കൺട്രോൾ ചെയ്യുന്ന സാധനം കൂടിയാണ്. അതിലേക്ക് വന്നിരുന്നാൽ തീർന്നു. എക്സ്റ്റേണൽ പുറമെ ഇഞ്ചുറി ഒന്നുമില്ല, കുഞ്ഞു മരിക്കും. അപ്പോൾ അതിനങ്ങനെ വരാതിരിക്കുന്ന ഒരു ടാബ്ലറ്റോടെ ഞാൻ കൊടുത്താൽ വിട്ടെ, ഇത് പോകുന്ന വഴിക്ക് വാങ്ങിച്ച് കഴിച്ചിട്ട് പോക്കണം. അവിടെ വരെ രാവിലെ എത്തി 8 മണിക്ക് സെറ്റിലെത്തി. അപ്പം ഡോക്ടറെ കാണിച്ചു. ഇത് കണ്ട മനുഷ്യൻ കറക്റ്റ് HODയുടെ റൂമിൽ കൊണ്ടെത്തിച്ചു. നോക്കിയിട്ട് പറഞ്ഞു, ഡോക്ടർ ഇതെല്ലാം നോക്കിയിട്ട് MRI റിപ്പോർട്ടൊക്കെ കണ്ടിട്ട് പറഞ്ഞു, ഇപ്പം നടക്കുന്നുണ്ട്. ഈ സർജറി ചെയ്ത് കഴിഞ്ഞാൽ എന്താവുമെന്ന് പറയാൻ പറ്റില്ല. ചിലപ്പം ഓൺ ദ ടേബിൾ ഡെത്താവും. അപ്പം കൊണ്ട് നിങ്ങൾ നാട്ടിലേക്ക് പോകും. അങ്ങനെയാണ് മറുപടി കൊടുത്തത്. അവർ തിരിച്ച് വിഷുവിൻ്റെ അന്ന് തിരിച്ചെൻ്റെ അടുത്ത് വന്നു. പിന്നെ എനിക്ക് പിന്നെ ഒന്നും ചെയ്യാനില്ല കേസ്. ഞാൻ കോട്ടയം മെഡിക്കലിൽ ന്യൂറോ സർജറി അയച്ചു. അവിടെ ചെന്ന് അവർ 8 കീമോതെറാപ്പി പറഞ്ഞു. കുഞ്ഞിനെ അവിടെ അഡ്മിറ്റാക്കി. 8 കീമോതെറാപ്പി. 3 കീമോതെറാപ്പി കഴിഞ്ഞപ്പം അച്ഛനും അമ്മയും അപ്പൂപ്പനും കൂടെ വീട്ടിൽ വന്നു. അവിടെ നിന്ന് ഞാൻ ചോദിച്ചു, എന്താ വന്നത്? ഞാൻ വരാൻ പറഞ്ഞില്ലല്ലോ. അല്ല, ഞങ്ങൾ ഡോക്ടറെ അടുത്ത് സന്തോഷം പറയാൻ വന്നത്. ഞാൻ ചോദിച്ചു, എന്ത് സന്തോഷം? എനിക്ക് സന്തോഷമൊന്നും ഇല്ലായിരുന്നു. 2 ദിവസം തലവേദന. ഡോക്ടർ പെട്ടെന്ന് അസുഖം കണ്ടുപിടിച്ചല്ലോ. 3 കീമോതെറാപ്പിയും കഴിഞ്ഞു. അവളുടെ തലവേദന കുറഞ്ഞു, ഛർദിയില്ല, മുടിശാലം പൊഴിഞ്ഞു. അപ്പം ഇതിനിടയ്ക്ക് ഞാൻ മനസ്സിലാക്കിയ വേറെ കാര്യം, കുഞ്ഞേ ഉള്ളൂ. അപ്പം അമ്മ പറയുക, എൻ്റെ കൺസൾട്ടിംഗ് മുറി എന്ന് വെച്ചാൽ അമ്മ പറയുക, ഒരു കുഞ്ഞും കൂടെ വേണമെന്ന് ഞാൻ ചേട്ടനോട് പറഞ്ഞതാണ്. അപ്പോൾ ചേട്ടൻ പറഞ്ഞു, വേണ്ട, ഒരാൾ മതി. ഒരു കുഞ്ഞും കൂടി ആയിക്കഴിഞ്ഞാൽ കൊടുക്കുന്ന സ്നേഹം കുറഞ്ഞു പോകും. അതുകൊണ്ട് നമുക്ക് ഒരെണ്ണം മതി. ഉള്ള സ്നേഹം മൊത്തം കൊടുത്ത് അതിനെ വളർത്തിയാൽ മതി. അങ്ങനെയുള്ള കുഞ്ഞാണ്. അപ്പോൾ ഒരു നോക്കി ഞങ്ങൾ ഹാപ്പിയാണ്. വെറുതെ എന്നെ കണ്ടിട്ട് അങ്ങ് ഇറങ്ങിപ്പോയി. അച്ഛനും അമ്മയും അപ്പൂപ്പനും ഇറങ്ങി. മുറിയിൽ നിന്ന് പുറത്തിറങ്ങി. ഇറങ്ങിയിട്ട് ആ കൊച്ചൊറ്റയ്ക്ക് തിരിച്ചു കയറി കഴിഞ്ഞിട്ട് എന്നോട് പറഞ്ഞു, ഡോക്ടറെ ഞാൻ പോവുക, ടാറ്റ. വീണ്ടും ഇറങ്ങി. വീണ്ടും ഒറ്റയ്ക്ക് തിരിച്ചു കയറി വന്നു. പുറത്ത് വേറെ പേഷ്യൻസ് ഇരിപ്പുണ്ട്. കയറി, ഡോക്ടറെ ഞാൻ പോവുക, ടാറ്റ. ഇതിങ്ങനെ 4 പ്രാവശ്യം ചെയ്തു. 4 പ്രാവശ്യം ചെയ്തപ്പോൾ എനിക്ക് എന്തോ സംതിങ്, ഒരു ടെലിപ്പതി പോലെ എൻ്റെ മനസ്സിൽ എന്തോ സംഭവിക്കാൻ പോകുന്നു. 4 പ്രാവശ്യം കുഞ്ഞ് ഒറ്റയ്ക്ക് കയറുന്നു, ഡോക്ടറെ ഞാൻ പോവുക, ടാറ്റ. അന്ന് രാത്രി ഞാനിത് വൈഫിനോട് ഈ കാര്യം പറഞ്ഞു. ശരിക്കും ഞങ്ങൾ രണ്ടുപേരും ഒന്ന് ഭക്ഷണം കഴിക്കാൻ പറ്റിയില്ല. സങ്കടം വരുന്നു. അത് കഴിഞ്ഞിട്ട് ആ ദിവസം കടന്നു പോയി. അപ്പം കാര്യങ്ങൾ മനസ്സിലുണ്ട്. അച്ഛൻ്റെ ഓട്ടോ ഡ്രൈവറുടെ നമ്പറൊക്കെ ഞാൻ എഴുതി മേശക്കാതെ വെച്ചിട്ട് ഞാൻ ഇടയ്ക്കിടയ്ക്ക് വിളിക്കുന്നുണ്ട്. കുഴപ്പമൊന്നുമില്ല. ഇങ്ങനെ ഇരിക്കുമ്പം ഒരു 8-10 ദിവസം കഴിഞ്ഞപ്പം ഞാൻ ഉച്ചയ്ക്ക് കൺസൾട്ടേഷൻ നിന്നപ്പോൾ ഓപ്പൻ വിളിച്ചു, ഫോണിൽ വിളിച്ചു. ഡോക്ടറെ ഞാൻ ചോദിച്ചാൽ എന്നാണ്ട് വിശേഷം? 4 പ്രാവശ്യം ടാറ്റ തന്നിട്ട് പോയാൽ വെച്ചാൽ ഞാൻ വലിയ ആകാംക്ഷയോടെ ഫോൺ എടുത്തേ. ഇമ്മോൾ പോയി ഡോക്ടറെ എന്ന്. ഞാൻ ചോദിച്ചു, എന്താ പറ്റി? എന്നോട് ടാറ്റ തന്നിട്ട് പോയാണല്ലോ. അത് കഴിഞ്ഞ് നമുക്ക് ശക്തിയ തലവേദന ഉണ്ടായി വീട്ടിൽ വെച്ച്. അപ്പോൾ ഡോക്ടറെ ആ സമയത്ത് തലവേദന വന്നാൽ ഡോക്ടറൊന്നും ചെയ്യാൻ പറ്റില്ല. ഞങ്ങൾ ICH പോയി. ICH പോയി 10 മണിക്ക് ICH പോന്നു. ഡ്യൂട്ടി ഡോക്ടറെ കാണിച്ചു. അന്നേരം അവർ പറഞ്ഞു, ഈ കൊച്ചിന് 2 ദിവസം തലവേദന. ഒരു കുട്ടികളുടെ ഡോക്ടറെ കാണിച്ചു, അസുഖം കണ്ടുപിടിച്ചു, കീമോതെറാപ്പി എടുത്തുകൊണ്ടിരിക്കുക. 10 മണിക്കായി നമുക്ക് തലവേദന തുടങ്ങിയ. അത് കഴിഞ്ഞ് തലവേദനയ്ക്ക് ഇഞ്ചക്ഷൻ എന്തൊക്കെ കൊടുത്ത് അത് കഴിഞ്ഞ് ഫിറ്റ്സ് ഉണ്ടായപ്പോൾ വെന്റിലേറ്റർ കയറ്റി. ശ്വാസം കുറഞ്ഞു. വെന്റിലേറ്റർ 1/2 മണിക്കൂർ കിടന്നു. മരിച്ചു. 11 മണിയായപ്പോൾ മരിച്ചു. ഒരേ ഒരു കുഞ്ഞ്. വളരെ സങ്കടകരമായി. ഇപ്പോഴും എനിക്ക് സങ്കടം. അത് നീണ്ട 41 വർഷത്തെ സർവീസ് ഉള്ള ഈ 41 വർഷത്തിൽ ഞാൻ കുഞ്ഞായിരുന്നപ്പോഴും ഡോക്ടറെ കണ്ടിട്ടുള്ളതാണ്. എന്നെയും ഒരുപാട് നാൾ ട്രീറ്റ് ചെയ്തിട്ടുള്ളതാണ്. അപ്പം ഡോക്ടറിൻ്റെ തിരക്കേറിയ ഒരു ഷെഡ്യൂളിൽ നിന്ന് കുറച്ച് സമയം ഞങ്ങൾക്ക് വേണ്ടി സ്പെൻഡ് ചെയ്തതിൽ ഞാൻ താങ്ക്സ് പറയുന്നു. അപ്പോൾ ഒരിക്കൽ കൂടി ഈ ഒരു ഷോയിൽ വന്ന് ഞങ്ങളുടെ അറിവിനെ കുറച്ചുകൂടെ വേറൊരു രീതിയിലേക്ക് എത്തിച്ച, അല്ലെങ്കിൽ വേറെ എക്സ്റ്റെൻറ്റിലേക്ക് എത്തിച്ച ഡോക്ടറിന് താങ്ക്സ് പറയണം. ഡോക്ടർ താങ്ക്സ്.